السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. അല്ലാഹു നമ്മുടെ സംഗമം കബൂലാക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് ഹജ്ജിനെ കുറിച്ചും ജാതി വിദ്വേഷത്തെക്കുറിച്ചും കേരളത്തിൽ പ്രത്യേകിച്ചും ഈയിടെ ചർച്ചയായ വേടൻ എന്ന റാപ്പ് ഗായകൻ ഈ ജാതീയതയുടെ ഭാഗമായി ആക്രമിക്കപ്പെടുന്നതിനെ സൂചിപ്പിച്ചു. അത് വിസ്തരിച്ച് പറയേണ്ടതോ അദ്ദേഹത്തെ ന്യായീകരിച്ച് ഒപ്പം കൂട്ടേണ്ടതോ ആയ യാതൊരു ആവശ്യം നമുക്കില്ല എന്ന് തോന്നുന്നുവെങ്കിലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ചില സാമൂഹികമായ നന്മകൾ, അതുകൊണ്ട് തന്നെ അദ്ദേഹം എതിർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അതേക്കുറിച്ച് സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് ഇസ്ലാമിൻ്റെ മാനവികത ഹജ്ജിൻ്റെ പശ്ചാത്തലത്തിൽ ചെറിയ രീതിയിൽ സമയാധിഷ്ഠിതമായി വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞാൽ വിശ്വാസികൾ ശരീരവും സമ്പത്തും ആരോഗ്യവുമൊക്കെ ചെലവഴിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ താല്പര്യമായി കൊണ്ടു നടന്ന് ആത്മസംതൃപ്തിയോടുകൂടെ നിർവഹിച്ച് പടച്ച റബ്ബിൻ്റെ തീരുമാനങ്ങൾ ശിരസാവഹിക്കാൻ മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകാൻ വിശ്വാസി സമൂഹം തയ്യാറാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്ന പ്രത്യേകമായൊരു ആരാധനാ കർമ്മമാണ്. സമ്പത്തും ശാരീരിക ക്ഷമതയും യാത്രാ സംവിധാനങ്ങളുമൊക്കെയുള്ളവർക്ക് അത് നിർബന്ധമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. എന്താണ് പരിശുദ്ധ ഹജ്ജ് മുന്നോട്ട് വെക്കുന്ന ആദർശം? ഒന്ന്, പൂർവികരാകുന്ന കുറേ മഹാന്മാർ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സ്മൃതിപഥത്തിലുണ്ടാവണമെന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതാവായ ഹാജറ ബീവി, ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ ഹജ്ജിൽ എപ്പോഴും സ്മരണയിലെത്തിക്കൊണ്ടേയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നടന്ന വലിയൊരു വിപ്ലവത്തെ ഓർമ്മിച്ചുള്ള ആണ്ടനുസ്മരണം കൂടെയാണ് ഹജ്ജ്. ഹജ്ജിൻ്റെ ഓരോ കർമ്മത്തിലും ഈ മൂന്ന് മഹാവ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഹജ്ജിൻ്റെ നടത്തം മുതൽ ഹജ്ജിൻ്റെ പ്രത്യേകമായ ആരാധനകൾ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സന്ദർഭമാണ് ഹജ്ജിൻ്റെ കാലഘട്ടം. ഹജ്ജിന് പോകാത്ത നമുക്കും അതിൽ കുറേയേറെ നന്മകൾ സ്വായത്തമാക്കാനുണ്ട്. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന സൂറത്തുൽ ഫജ്റിൻ്റെ ആദ്യ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ആ വിശുദ്ധമായ 10 ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജിലെ 10 ദിനങ്ങളാണെന്നാണ്. വേറെയും ചില വ്യാഖ്യാനങ്ങളുണ്ട്. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 രാത്രികളാണ്, ദിവസങ്ങളാണ് എന്നും, പരിശുദ്ധമായ മുഹറമിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അപ്പോൾ ഈ 3 കൂട്ടം 10കൾക്കും പ്രത്യേകതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുൽഹജ്ജിനാണ് ഈ 10 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതെന്ന് പറയുന്ന പല പണ്ഡിതന്മാരും ഇസ്ലാം കൽപ്പിക്കുന്ന എല്ലാ ആരാധനകളും ഒരുമിച്ച് കൂടുന്നു ദുൽഹജ്ജിൽ എന്നതാണ് അതിനൊരു കാരണം പറയുന്നത്. നിസ്കാരം, നോമ്പ്, സ്വതക്ക ചെയ്യൽ, ഹജ്ജും. റമദാനിൽ ആദ്യം പറഞ്ഞ 3ഉം നമുക്ക് സാധ്യമാണ്. മുഹറമിലും മറ്റ് ദിനരാത്രങ്ങളിലും ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമാണ്. നിസ്കരിക്കാൻ പറ്റും, സദഖ ചെയ്യാൻ പറ്റും, പകലാണെങ്കിൽ നോമ്പെടുക്കാം. പക്ഷെ ഹജ്ജ് അപ്പോഴൊന്നും പറ്റില്ല. അത് സമയബന്ധിതമാണ്. ദുൽഹജ്ജിലാണ് അതിൻ്റെ സന്ദർഭം. അതുകൊണ്ട് ദുൽഹജ്ജ് മാസത്തെ ആദ്യത്തെ 10 ഇസ്ലാം പറഞ്ഞ എല്ലാ ആരാധനകളും ഒന്നിച്ചു ചേരുന്നു.
അതുകൊണ്ട് ഈ ദിനങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതകളുണ്ട്. നോമ്പ് കൊണ്ട് നമുക്ക് വിശുദ്ധരാവാൻ പറ്റും. പരിശുദ്ധമായ ഖുർആൻ പാരായണം പല പണ്ഡിതന്മാരും വിശദീകരിക്കുന്നത് പോലെ, വിവിധങ്ങളായ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പോലെ, ദിക്റുകളുടെ വർധനവ്, തസ്ബീഹ്, തഹ്ലീല്, തഹ്മീദ്, സ്വലാത്തിൻ്റെ വർദ്ധിപ്പിക്കൽ, സദഖ വർദ്ധിപ്പിക്കൽ, നമ്മുടെ ബന്ധുമിത്രാദികളോടുള്ള സ്നേഹവും അവരോടുള്ള അടുപ്പവും വർദ്ധിപ്പിക്കൽ, അവർക്ക് വേണ്ടി പ്രയത്നിക്കൽ, നമ്മുടെ സമ്പത്തിൽ നിന്ന് നല്ലൊരു ഭാഗമെടുത്ത് ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ ഏർപ്പെടൽ. വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്, നമുക്ക് കുറേ കാര്യങ്ങൾ വേറെ സംസാരിക്കാനുണ്ട്. ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ ഏർപ്പെടൽ. എല്ലാ അണ്ടറുതികളും ആചരിക്കുമ്പോൾ നമ്മൾ ഈ ഭക്ഷണ വിതരണം പ്രത്യേകമായി കാണാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ഒരു സഹാബി വര്യൻ ഒരു സന്ദർഭത്തിൽ അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇത്ആമു തആം, ഭക്ഷണം നൽകലാണ്, ഭക്ഷിപ്പിക്കലാണ് എന്ന് അവിടുന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഉദ്ഹിയ്യത്തിന് യോഗ്യമായൊരു മൃഗത്തെ ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ അത് ഉദ്ഹിയ്യത്താവില്ല. ഉദ്ഹിയ്യത്തിന് യോഗ്യമായ നിബന്ധനകളൊക്കെ ഒരു മൃഗത്തെ നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് ദാനം ചെയ്യുന്നു, അതൊരിക്കലും ഉദ്ഹിയ്യത്തല്ല. കാരണം അത് മൃഗമാണ്, ഭക്ഷണമല്ല എന്നുള്ളതാണ് കാരണം. നേരം വെച്ച് അതിനെ അറവ നടത്തി ഭക്ഷണമാക്കി അതിൻ്റെ മാംസം വിതരണം ചെയ്യുമ്പോൾ ശ്രേഷ്ഠമായൊരു ദാനമായി മാറുന്നു. ഉദ്ഹിയ്യത്ത് എന്ന വിശുദ്ധമായ കർമ്മത്തിൽ നമ്മൾ പങ്കുചേരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നിശ്ചയം തൻ്റെ പുത്രനെ ബലി നൽകാനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിസ്സങ്കോചം അതിന് തയ്യാറായ ചരിത്രത്തിലെ ഏറ്റവും അനർഘമായൊരു സന്ദർഭമുണ്ട്. അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് പുത്രനെ അല്ലെങ്കിലും അത്യാവശ്യം കാശൊക്കെ ചെലവഴിച്ച്, കാശൊരു പ്രധാന സംഭവമാണല്ലോ. അള്ളാഹുവിൻ്റെ ആ തീരുമാനത്തിന് നമ്മളും കീഴൊതുങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ സാമൂഹികമായ സേവനം നിർവഹിക്കാൻ കഴിയുന്നു. നമ്മുടെ മനസ്സിനെയും നമ്മുടെ സമ്പത്തിനെയും ദീനീ കാര്യങ്ങളിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇങ്ങനെ കുറേ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചാണ് ഉദ്ഹിയ്യത്ത് കർമ്മം അള്ളാഹു നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണല്ലോ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും എന്ന് ഖുർആൻ പറയുന്നത്. ഉദ്ഹിയ്യത്ത് മൃഗത്തിൻ്റെ മാംസമോ അല്ലെങ്കിൽ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നത്. അതിനു വേണ്ടി നിങ്ങൾ നടത്തുന്ന താല്പര്യം, നിങ്ങളുടെ തഖ്വ, നിങ്ങളുടെ ഭക്തി, അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് നല്ലൊരു ഭാഗം അതിന് മാറ്റിവെക്കാനുള്ള സന്നദ്ധത, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി എന്തും ഞാൻ ചെയ്യാം എന്ന നിങ്ങളുടെ ആ ഒരു ദീനീ പ്രതിപത്തിയാണ് റബ്ബ് താല്പര്യപ്പെടുന്നത് എന്ന് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഹജ്ജ് ലോകമാനവികതയുടെ സംഗമമാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനത്തിൽ അങ്ങോട്ട് കടന്നു വരാം. എല്ലാവരും വർഗ വിവേചനമില്ലാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ, വേഷം പോലും വ്യത്യാസമല്ലാതെ എല്ലാ നാട്ടുകാരും ഒരുപോലെ റബ്ബിൻ്റെ മുമ്പിൽ നിസ്സാരരാണ് നാം എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, ജീവിതം കൊണ്ട് തെളിയിച്ചാണ് ഹജ്ജിന് ഒരുമിച്ച് കൂടുന്നത്. സംഘർഷങ്ങളില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാൽ വെപ്പുകളില്ല. എനിക്കവിടെ ഇവിടെ എന്നും പറഞ്ഞിട്ട് ആരും മേലെ നിൽക്കാൻ ശ്രമിക്കുന്നില്ല. എൻ്റെ തൊട്ടടുത്തുള്ളത് നീഗ്രോ വംശജനായ ഒരാളാണ്, അതുകൊണ്ട് അയാളെ ചേർന്ന് ഞാൻ നിസ്കരിക്കില്ല എന്ന് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ദുർബലമായ നിമിഷത്തിൽ അബദ്ധത്തിൽ പോലും തോന്നുന്നില്ല. പിന്നെ എല്ലാവരും ഏകോദര സഹോദരന്മാരായി ലോകത്തിൻ്റെ മുന്നിൽ എല്ലാവരും അനുകരിക്കേണ്ട മാനവികതയുടെ ഒരു പ്രഘോഷണം അന്ന് കൃത്യമായി നടക്കുന്നു. അത് കേവലം നാട്യങ്ങളല്ല, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പടച്ച റബ്ബ് അതാണ് നമ്മളിൽ നിന്ന് അർത്ഥിക്കുന്നത്, ആശിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടെ നമ്മൾ നിർവഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഹജ്ജ് മാനവികതയുടെ ഏറ്റവും ഗംഭീരമായ പ്രകടനമായി മാറുന്നത്. ഇൻഷാ അല്ലാഹ് ഹജ്ജിന് പോകാത്തവരുണ്ട്, അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വർഷം ഹജ്ജിന് പോകാത്ത നമ്മളെ പോലെയുള്ള ആളുകൾ അവിടെ ഹജ്ജാജിമാർ നമ്മുടെ പ്രതിനിധികളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് സത്കർമ്മങ്ങളുമായി കൂടി പ്രാർത്ഥനാനിരതമായി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കഴിയുമ്പോൾ അവർക്ക് പിന്തുണയായെന്ന വിധം അല്ലെങ്കിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. നമ്മൾ കുറേ ആളുകളെ പറഞ്ഞയച്ചു, അവർക്ക് പിന്തുണ നമ്മളിവിടെ നൽകിക്കൊണ്ടിരിക്കണം, അങ്ങനൊന്നുമില്ല. പടച്ച റബ്ബിൻ്റെ വിളി കേട്ടാൽ അവിടെ എത്തുക തന്നെ ചെയ്യും. നമുക്കറിയാമല്ലോ, ലിബിയക്കാരനായിരുന്ന ഒരു പൗരൻ ഈ ഹജ്ജിന് വേണ്ടി പുറത്തിറങ്ങി, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാനത്തിൽ ഗദ്ദാഫി എന്നുള്ളത് കൊണ്ട്
മുഅമ്മർ ഗദ്ദാഫിയെ കുറിച്ച് നമുക്കറിയാം. മുല്ലപ്പൂ വിപ്ലവം എന്നും പറഞ്ഞ് അറബ് നാടുകളിൽ പാശ്ചാത്യൻ ശക്തികളുടെ പ്രേരണ കൊണ്ടുണ്ടായ ഒരു തോന്നിവാസം ഉണ്ടായിരുന്നു. കുറേ ഭരണകൂടം അതുകൊണ്ടില്ലാതെയായി. ആ കൂട്ടത്തിൽ നഷ്ടപ്പെട്ടൊരു ഭരണമാണ് ലിബിയയിലെ മുഅമ്മർ ഗദ്ദാഫിയുടെ. അതോടുകൂടി അദ്ദേഹം പാശ്ചാത്യരുടെ കണ്ണിൽ കരടായി മാറുന്നു. ഗദ്ദാഫി എന്ന് പേരുള്ളവരെ പോലും തടഞ്ഞു വെക്കും വിധത്തിൽ ദീർഘകാലം അദ്ദേഹം ഭരിച്ച നാട്ടിലെ പോലും സിസ്റ്റങ്ങൾ മാറി മറിയുന്നു. അങ്ങനെയാണ് ഗദ്ദാഫി എന്ന് പേരുള്ള അദ്ദേഹം തിരസ്കരിക്കപ്പെടുന്നത്. വിമാനത്താവളം ജീവനക്കാർ പറയുന്നുണ്ട്, പൊയ്ക്കോളൂ, നിങ്ങൾക്ക് ഇപ്രാവശ്യം അള്ളാഹുവിൻ്റെ വിളി എത്തിയിട്ടുണ്ടാവില്ല. അയാൾ ഉറച്ചു വിശ്വസിച്ചു, എത്തുമായിരിക്കും, എന്നെ റബ്ബ് സ്വീകരിക്കുമായിരിക്കും. അദ്ദേഹം വിമാനത്താവളം വിട്ടു പോയില്ല എന്നാണ്. ആ വിമാനം മുകളിലെത്തി, അതിന് യന്ത്രത്തകരാറുണ്ടായി. അരമണിക്കൂർ കൊണ്ട് അതേ എയർപോർട്ടിൽ തന്നെ അവർ ഇറങ്ങേണ്ടി വന്നു. തകരാറ് പരിഹരിക്കുന്നതിനിടയിൽ പൈലറ്റിനോട് ആവശ്യപ്പെടുന്നുണ്ട് പല ജീവനക്കാരും, ഇദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയിക്കോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അയാൾ സമ്മതിച്ചില്ല എന്നാണ്. അങ്ങനെ വിമാനം അയാളില്ലാതെ പറന്നുയർന്നു. ലോകമാധ്യമങ്ങളൊക്കെ പ്രാധാന്യത്തോടുകൂടി അത് റിപ്പോർട്ട് ചെയ്തു. മുകളിലെത്തിയപ്പോൾ പിന്നെയും യന്ത്രത്തകരാറുണ്ടായി. അതേ വിമാനത്താവളത്തിൽ തിരിച്ചിറക്കേണ്ടി വന്നു. അതോടുകൂടെ പൈലറ്റിൻ്റെ മനസ്സലിഞ്ഞു. അയാൾക്ക് ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഇനി ആ യാത്രികനെ കൂട്ടാതെ പോകൂല എന്ന് അയാൾ പിന്നെ വാശി പിടിച്ചു. അയാളെയും കയറ്റി സുഗമമായി അത് മക്കയിലെത്തി. എന്നിട്ട് വിമാന ജീവനക്കാരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത് ലോകമാധ്യമങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടെ റിപ്പോർട്ട് ചെയ്തു. അള്ളാഹുവിൻ്റെ വിളിയെത്തിയാൽ, ഇബ്രാഹിം നബിയുടെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ എല്ലാവരെയും ഹജ്ജിന് വിളിച്ചതിൻ്റെ ആ ഒരു സന്ദർഭം എത്തിക്കഴിഞ്ഞാൽ ഭൗതികമായൊരു തടസ്സങ്ങളും അതിനെ സ്വാധീനിക്കില്ലെന്നും അവിടെ എത്തുമെന്നുമുള്ളതിൻ്റെ ഏറ്റവും ആധുനികമായൊരു തെളിവാണത് ഈ ഗദ്ദാഫിയുടെ ഹജ്ജ് യാത്ര. അപ്പോൾ വിളിയാളം എത്തിയവരൊക്കെ അവിടെ എത്തിച്ചേരുമെന്നതിൽ തർക്കമില്ല. അവരവിടെ എത്തി സത്കർമ്മങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ചെറുതൊക്കെ ഇതിൻ്റെ അടിയിലൂടെ ആയിട്ട് ഞാൻ പറഞ്ഞു പോയിപ്പോൾ. സദഖ വർദ്ധിപ്പിക്കുക, തസ്ബീഹ്, തഹലീൽ, ഖുർആൻ പാരായണം, നല്ല മനസ്സ് സൃഷ്ടിച്ചെടുക്കുക, ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നല്ല രീതിയിൽ വർത്തിക്കുക, നോമ്പ് പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനതിൻ്റെ ഹദീസുകളിലേക്കൊന്നും കിടക്കണില്ല. മാമിൻ അഅ്മാലിൻ അഹബ്ബു ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ പരിശുദ്ധമാം ഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിവസം നിർവഹിക്കുന്നതിനേക്കാൾ മറ്റൊന്നില്ലെന്ന് വിവിധ രീതിയിലുള്ള ഹദീസുകളിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം നോമ്പിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു ഈ 9 ദിവസങ്ങളിൽ എന്നും നമുക്ക് ഹദീസിൽ കാണാം. പ്രത്യേകിച്ച് അറഫ ദിവസത്തിൽ. അടുത്ത വെള്ളിയാഴ്ചയാണ് അത് സംഭവിക്കുക. നമ്മുടെ നാട്ടിലുള്ള അറഫ, നമ്മുടെ നാട്ടിലുള്ള ദുൽഹജ്ജ് 9 അനുസരിച്ചാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അത് മറ്റൊരു ചർച്ചയാണ്, ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. അപ്പോൾ കുറേ ഹദീസുകളിലുള്ളത് അഭിമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഈ ഒരു 10 ദിവസം നിർവഹിക്കുന്ന അമലിനേക്കാൾ പുണ്യകരമായി മറ്റമലുകളില്ല എന്നാണ്. പാപം പൊറുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകമായ തസ്ബീഹുകൾ കുറേ കിതാബിലുണ്ട്. കുറേ മഹാന്മാരാകുന്ന പൂർവികന്മാർ ഒരു 10-15 എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി. ദുൽഹജ്ജ് 10 പ്രത്യേകതകൾ മാത്രം പറയുന്ന കിതാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നലെ ഒരു 100 പേജുള്ള അങ്ങനത്തെ ഒരു കിതാബ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ദുൽഹജ്ജ് 10 പ്രത്യേകത മാത്രം പറയുന്ന 10-20ഓളം കിതാബുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്നുകൂടെ നമ്മൾ ഡീപ്പായിട്ട് പരിശോധിച്ചാൽ വേറെയും കുറേ കാണും. നമ്മൾ മനസ്സിലാക്കാതെ അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തെക്കുറിച്ചാണ് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര വിജയകരമായി അവസാനിക്കാൻ നമ്മുടെ പൂർവിക പിതാവ് ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും ആദ്യ ഭവനമാകുന്ന നമ്മുടെ അടിസ്ഥാന തറവാട്ടിലേക്ക് ഉള്ള യാത്രയിൽ നമ്മെ സപ്പോർട്ട് ചെയ്യാൻ, പിന്തുണക്കാൻ, നമ്മളെ കൈപിടിച്ച് നയിക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് എൻ്റെ ആത്മാവിനോടും പ്രിയപ്പെട്ട ശ്രോതാക്കളോടും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ജാതി വിദ്വേഷത്തെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. മനുഷ്യരെല്ലാവരും ഒരേ വർഗവും ഒരേ വർണ്ണവും ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും പുത്രരും പുത്രിമാരുമാണെന്നാണ് ഇസ്ലാമിൻ്റെ തീരുമാനം, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. പലയിടങ്ങളിൽ ഇതിന് വിരുദ്ധമായ നിരവധിയായ പ്രവർത്തനങ്ങൾ വന്നു. അവരെ സംസ്കരിക്കാൻ കൂടെയാണ് പ്രവാചകന്മാർ ധാരാളമായി കടന്നു വന്നത്. നമ്മുടെ ഇന്ത്യ ജാതീയതയുടെ വിളവെടുപ്പ് ഭൂമിയാണ്. മനുഷ്യരെ വിവിധ ശ്രേണികളായിട്ട് തിരിക്കുന്ന, ഒരിക്കലും മാനവികമല്ലാത്ത ആ ഒരു സംവിധാനം മതത്തിൻ്റെ ഭാഗമായും
അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായും മോക്ഷത്തിനുള്ള മാർഗമായും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു നാടാണ് നമ്മുടെ ഇന്ത്യ. നമുക്കറിയാവുന്നതുപോലെ പ്രധാനപ്പെട്ട ജാതി വർണ്ണങ്ങൾ 4 ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, അപ്രകാരം തന്നെ ശൂദ്രർ. സത്യം പറഞ്ഞാൽ ഈ ജാതി വർണ്ണ വ്യവസ്ഥയിൽ കടന്നുകൂടാൻ പോലും പറ്റാത്ത കുറേ ടീമുണ്ട്. ശൂദ്രരൊക്കെ അവരുടേതായ ധർമ്മം ബ്രാഹ്മണനെ സേവിക്കലാണ് എന്ന് പറഞ്ഞാലും ഏറ്റവും വൃത്തികെട്ട പണികളാണ് അവർ ചെയ്യേണ്ടത് എന്ന് വെച്ചാലും അവർക്ക് വിദ്യാഭ്യാസം പാടില്ല എന്ന് മതപരമായ തിട്ടൂരമായിട്ട് തന്നെ അവരെ കാലങ്ങളായി സഹസ്രങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെട്ടാലും അവർക്കൊക്കെ ജാതി വ്യവസ്ഥയിൽ കയറാനെങ്കിലും പറ്റിയിട്ടുണ്ട്. ഇതിനു പോലും പറ്റാത്ത കുറേ പുഴുജന്മങ്ങൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകരുടെ കഠിനമായ അധ്വാനം കൊണ്ടാണ് അതിന് ഒരു പൊതു രീതിയിൽ നിന്ന് മാറി വളരെ പരസ്യമായി അതൊരു ചടങ്ങായി നിർവഹിക്കുന്ന ശൈലിയിൽ നിന്ന് കുറേയൊക്കെ മാറി ഇന്ന് ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നിലക്കും മനുഷ്യരെന്ന രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം ലോകം തന്നെ വൈവിധ്യത്തിൻ്റെതാണ്. ഒരേ ശ്രേണിയിലുള്ള ലോകം സാധ്യമല്ല. അതുകൊണ്ട് ഫലമില്ല എല്ലാ അർത്ഥത്തിലും. ദൈക്ഷണികമായി നമ്മൾ ചിന്തിച്ചു നോക്കുക, എല്ലാവരും ഒരേ ബുദ്ധി നിലവാരാണെങ്കിൽ ലോകം മുന്നോട്ട് പോകില്ല. എല്ലാവരും ഡോക്ടർമാരാണെങ്കിൽ ഒരിക്കലും ലോകം മുന്നോട്ട് പോകില്ല. ആശുപത്രി നടക്കൂല, ചികിത്സ തീരെ സംഭവിക്കില്ല. എല്ലാവരും ഡോക്ടർമാരാണെങ്കിൽ ഒരാശുപത്രി നടക്കണമെങ്കിൽ അതിൻ്റെ നിർമ്മാണം മുതൽ ഡോക്ടർമാരല്ലാത്ത എത്ര ആളുകളുടെ സേവനം വേണം? ഒരാശുപത്രിയിലേക്ക് വേണ്ട സംഗതികൾ നിർമ്മിക്കാൻ ഡോക്ടർമാരല്ല മറ്റു പലരുമാണ് അധ്വാനിക്കേണ്ടത്. നമുക്ക് വേഗം മനസ്സിലാകുന്നതാണത്, വല്ലാതെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരാശുപത്രി എങ്ങനെയാണ് നിർമ്മാണം നടത്തേണ്ടത്? ആദ്യമായി അതിന് പ്ലാൻ ഉണ്ടാക്കണം. അത് ഡോക്ടർക്ക് കഴിയില്ല, അത് എഞ്ചിനീയർ എന്ന് പറയുന്ന വേറൊരു ടീം വേണം. അതിന് നിർമ്മാണം നടത്തണം. അതിന് JCB ഓപ്പറേറ്റർ മുതൽ പിടിച്ച് കുറേ സാധാരണഗതിയിൽ അത്ര വൈറ്റ് കോളർ ജോലിക്കാരല്ലാത്തവരുടെ വലിയ അധ്വാനം വേണം. അവിടുന്ന് കുറേ അങ്ങോട്ടും കൂടി പോയൊക്കെ നമുക്ക് JCBയുടെ നിർമ്മാണം ഇവിടുന്ന് സംഭവിക്കണം. ജീവൻ പണയപ്പെടുത്തി ഇരുമ്പ് ഖനികളിലിറങ്ങി ഇരുമ്പയിര് കുഴിച്ചു കൊണ്ടുവരുന്ന തീരെ സമൂഹത്തിൽ ശ്രദ്ധേയരല്ലാതായി പോകുന്ന കഷ്ടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന പാവപ്പെട്ട കുറേ തൊഴിലാളികൾ മുതൽ അത് തുടങ്ങണം. JCBയുടെ നിർമ്മാണത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. ഒരു സാധാരണ കൈക്കോട്ടാണെങ്കിലോ അതിനും വേണം ഇരുമ്പ്. ഇരുമ്പ് എവിടെ നിന്ന് കിട്ടും? സൂറത്തുൽ ഹദീദിന്റെ 25-ാം വചനത്തിൽ അള്ളാഹു പറയുന്നത് ഉപരിലോകത്തിൽ നിന്ന് അള്ളാഹു ഇറക്കി എന്നാണ്. ഇരുമ്പിനെ കുറിച്ച് മാത്രം മുമ്പൊരിക്കൽ നമ്മളത് സംസാരിച്ചിട്ടുണ്ട്. ഉൽക്കാപ്രവാഹങ്ങൾ വഴി അന്യഗ്രഹങ്ങളിൽ എവിടെയോ രൂപപ്പെട്ടൊരു ലോഹമാണ് ഈ ഇരുമ്പ്. ഇപ്പൊ നമുക്ക് ആധുനികമായ സംവിധാനങ്ങൾ വെച്ച് ഈ ചുണ്ണാമ്പും മറ്റും ഉപയോഗപ്പെടുത്തി ഇരുമ്പ് നിർമ്മിക്കാൻ സാധിക്കും. അടിസ്ഥാനപരമായി ഇരുമ്പ് ഉപരിലോകത്തിൽ നിന്ന് വർഷിക്കപ്പെട്ടതാണ്. ഇത് ഭൂമിയിൽ നിക്ഷേപിക്കപ്പെട്ട അത് കുഴിച്ചെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളി മുതൽ സിമന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന മഹാസാധു മുതൽ ഒരാശുപത്രി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആഴത്തിലേക്കാണ് പോയിട്ടുണ്ടെങ്കിൽ 1 ലക്ഷക്കണക്കിന് ആളുകളുടെ അധ്വാനം ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഡോക്ടർമാരായി എല്ലാവരും നല്ല കോട്ടും സ്റ്റെതസ്കോപ്പ് തോളിലും വെച്ച് ഇങ്ങനെ നടന്നാൽ ആശുപത്രി ഉണ്ടാവില്ല. വൈവിധ്യം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അത് അംഗീകരിക്കാതെ ആർക്കുമേ ഈ ലോകത്ത് നിലനിൽക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ അത് നമ്മുടെ മുമ്പിൽ വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട്. വല്ലദീ അൻശഅ ജന്നാത്തിൻ മഅറൂശാത്തിൻ വഗൈറ മഅറൂശാത്ത് വന്നഖൽ വസ്സർഉ മുഖ്തലിഫൻ നുഖ്ലുഹു വസ്സൈത്തൂൻ വറുമ്മാൻ മുതശാബിഹ. സൂറത്തുൽ അൻആമിന്റെ 141-ാമത്തെ വാക്യാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള തോട്ടങ്ങൾ നിർമ്മിച്ചു, വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ചെടികളെയും മരങ്ങളെയും സൃഷ്ടിച്ചു. അതിൽ ഈത്തപ്പനയുണ്ട്, സൈത്തൂനുണ്ട്, നമ്മുടെ ഒലീവുണ്ട്, പിന്നെ മറ്റ് പല കൃഷികളുമുണ്ട്. അതിൻ്റെ എല്ലാം ടേസ്റ്റ് വ്യത്യസ്തങ്ങളാണ്. ഒരേ സ്ഥലത്ത് സേചനം ചെയ്യപ്പെടുന്നു, ഒരേ സ്ഥലത്ത് ഒരേ വളം കിട്ടുന്നു. ഒരു വ്യത്യസ്തങ്ങളായ കായ്കനികളുള്ള ഒരു തോട്ടം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരേ വളം അതിനൊക്കെ ലഭ്യമാകുന്നു, ഒരേ രീതിയിൽ ഒരേ കിണറെന്നെടുത്ത വെള്ളം അതിന് ലഭ്യമാകുന്നു. പക്ഷേ പഴങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ ടേസ്റ്റുകളായിരിക്കും. ഒരേ മുരടിൽ നിന്നുണ്ടായിത്തീരുന്ന 2 വ്യത്യസ്ത മരങ്ങളിൽ കായ്ക്കുന്ന ഫലങ്ങൾ രണ്ടും വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും, സ്വഭാവമായിരിക്കും, ഗുണങ്ങളായിരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റും വേറെയായിരിക്കും. ഈ ഒരു വൈവിധ്യം ലോകത്തിന് ആവശ്യമാണ്. നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയാറില്ലേ, വൈവിധ്യങ്ങളുടെ ഒരു സംസ്കാരങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയ ഒരു മഹാരാജ്യം.
ഈ വൈവിധ്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കണമെന്ന് സാമൂഹിക ബോധമുള്ളവരൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഈ വൈവിധ്യങ്ങളുടെ സങ്കലനമാണ് ഇന്ത്യ. അല്ലെങ്കിൽ ഏതൊരു നാടിലെ ഏതവസ്ഥ പരിശോധിക്കുകയാണെങ്കിലും ഈ വൈവിധ്യങ്ങളുണ്ടാകും. പടച്ച റബ്ബ് തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിന്റെ 118-19 വചനങ്ങളിൽ വലൗ ശാഅ റബ്ബുക ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദൻ വലാ യസാലൂന മുഖ്തലിഫീൻ, അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഒരേ സമൂഹമാക്കുമായിരുന്നു. ഡോക്ടർമാർ എല്ലാവരും, എഞ്ചിനീയർമാർ എല്ലാവരും, അതല്ലെങ്കിൽ ഒരേ ആദർശക്കാർ എല്ലാവരും, ഒരേ വർണ്ണക്കാർ എല്ലാവരും, ഒരേ തൊഴിലെടുക്കുന്നവർ, ഇങ്ങനെ ആക്കുമായിരുന്നു. പക്ഷേ പടച്ച റബ്ബിന് അങ്ങനെ താല്പര്യമില്ല. വലാ യസാലൂന മുഖ്തലിഫീൻ, വിവിധ കാരണങ്ങളാൽ അവർ വിഭിന്നരായി തീർന്നുകൊണ്ടേയിരിക്കും. വലാ യസാലൂൻ, സമൂഹമാകും, മുഖ്തലിഫീൻ, വ്യത്യസ്തരാകും. അതിന് പല കാരണങ്ങളുണ്ടാകും. വർണ്ണമാവാം. യൂറോപ്യൻസിന്റെ കളറല്ല ആഫ്രിക്കൻസ്. യൂറോപ്പിൽ തന്നെ വ്യത്യസ്ത കളറുകാരുണ്ട്. വാസ്കോ ഡ ഗാമ അമേരിക്കയിലേക്ക് ആദ്യം എത്തിയപ്പോൾ അയാളുടെ യാത്ര ഇന്ത്യയിലേക്കായിരുന്നല്ലോ. അന്ന് സാംസ്കാരികമായും സാമ്പത്തികമായും അഭ്യുന്നതയിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്നത്തെ പോലെ 120 രാഷ്ട്രങ്ങളുടെ മൊത്തം കണക്കെടുക്കുമ്പോൾ ആ ഇൻഡെക്സിൽ 120 രാഷ്ട്രങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പട്ടിണിയുടെ ഒക്കെ കണക്കിൽ 107ാമത്തേതായി മാറുന്ന ദയനീയതൊന്നും അന്ന് ഇന്ത്യക്കില്ലായിരുന്നു. 107ാമത്തേത്, 120ൽ 107ാമത്തേത്. വളരെ പാവപ്പെട്ട് അമേരിക്ക ക്ലസ്റ്റർ ബോംബിട്ട് തകർത്ത് കളഞ്ഞ അഫ്ഗാൻ പോലും നമ്മുടെ മുമ്പിൽ. നാണക്കേടാണ് സത്യം പറഞ്ഞാൽ, നാണക്കേടാണ്. നമ്മുടെ 1 രൂപയ്ക്ക് അഫ്ഗാനിസ്ഥാൻ്റെ 1 റുപ്യ കിട്ടൂല. നമ്മുടെ 1 റുപ്യയും 60 പൈസയും കൊടുക്കണം, എന്നാൽ അഫ്ഗാനിസ്ഥാൻ്റെ 1 രൂപ നമുക്ക് കിട്ടുള്ളൂ. കളച്ചു മറിക്കപ്പെട്ടൊരു നാട്. വ്യവസ്ഥാപിതമായൊരു ഭരണഘടന ഉണ്ടോയെന്ന് പോലും നമുക്ക് ഇപ്പോഴും സംശയിക്കേണ്ട ഒരു നാട്. അതിനോട് പോലും ഒപ്പം നിൽക്കാൻ സാമ്പത്തികമായി നമ്മൾ ഭദ്രമല്ല. ഇതൊരു വസ്തുതയാണ്, ഇതൊരു വസ്തുതയാണ്. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. ഇന്ത്യയുടെ വിഭവങ്ങളായിരുന്നു ലോകത്തിന് ആവശ്യം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് പുണ്യപ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ട് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു ആലപിക്കുന്ന ബാനത്ത് സ്വാദ് എന്ന് പ്രസിദ്ധമായ കവിത. ബാനത്ത് സ്വാദ് എന്നും പറഞ്ഞിട്ട് ഈ കഅബ് ബിൻ സുഹൈർ അല്ലാഹുവിൻ്റെ റസൂലിനെ എല്ലാ അർത്ഥത്തിലും വല്ലാതെ പീഡിപ്പിച്ച, എല്ലാ അർത്ഥത്തിലും ഫിസിക്കലായും സാഹിത്യപരമായും വല്ലാതെ പീഡിപ്പിച്ച, അവസാനം വരെയും പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിരുദ്ധനായി നിലകൊണ്ട കഅബ് ബിൻ സുഹൈർ എന്ന് പറയുന്ന മഹാകവി, അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാഷ്ട്രവിരുദ്ധനായതുകൊണ്ടും രാഷ്ട്രത്തിനെതിരെ ശക്തമായി പ്രവർത്തിക്കുന്നത് കൊണ്ടും തലക്ക് ഇനാമ് പ്രഖ്യാപിച്ച ആളായിരുന്നു. അദ്ദേഹം ഒരു പുതപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആളെ പെട്ടെന്ന് അറിഞ്ഞു പോയാൽ ആരെങ്കിലുമൊക്കെ അറ്റാക്ക് ചെയ്യുമെന്ന് കരുതിയിട്ട് പുതപ്പിൽ ഇങ്ങനെ മൂടി നിന്ന് നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് ബനത്തു സ്വാദു വഖൽബിൽ യൗമ എന്നും പറഞ്ഞിട്ട് കവിത ആലപിക്കുകയാണ്. എല്ലാ അറബി പ്രാചീന കവിതകളുടെയും രീതി പോലെ ഒരു ബിംബത്തെ പ്രതിഷ്ഠിച്ച് ആ ബിംബത്തെ അങ്ങനെ വർണ്ണിപ്പിച്ച്, അതാണ് ഈ സ്വാദ്. സ്വാദ് എന്ന പെണ്ണ് പ്രത്യക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് അവളെ വർണ്ണിക്കുകയാണ്. അവളുടെ എല്ലാ സൗന്ദര്യങ്ങളും അവരുടെ രൂപലാവണ്യങ്ങളൊക്കെ അങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആദ്യഘട്ടം ഈ കവിത ആലപിച്ചപ്പോൾ സഹാബികളിൽപ്പെട്ട ചില ആളുകളൊക്കെ അതിനെതിരെ വിമിട്ടം പ്രകടിപ്പിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു അടങ്ങിയിരിക്കാൻ പറയണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഅബിന്റെ ഉദ്ദേശം ശരിക്കും അറിയുന്നത് കൊണ്ട് അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സൈലന്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ ഈ കവിതയിൽ സ്വാദ് എന്ന പെണ്ണിനെ അതിമനോഹരമായി വർണ്ണിച്ച് അവളൊക്കെ എവിടെ കിടക്കുന്നു എൻ്റെ ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ നിന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരകായ പ്രവേശം, അത് അറബി പ്രാചീന കവിതകളുടെ ഒരു രീതിയാണ്. ആ വിശേഷണം നബിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, മേഡിയൻ ഇന്ത്യൻ വാള് പോലെയാണ് റസൂൽ എന്ന് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മേഡിയൻ ഇന്ത്യൻ, അന്നത്തെ ഇന്ത്യയിലെ വാള് ആയുധം എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായിരുന്നു എന്നർത്ഥം. മുഹന്നദുൻ, ഇന്ത്യൻ നിർമ്മിതം. മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, ഊരപ്പെട്ട അള്ളാഹുവിന്റെ ഖഡ്ഗമാണ്, വാളാണ്, അള്ളാഹുവിന്റെ സോഡ്, അല്ലെ? അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ആ വാൾ എവിടെ നിർമ്മിച്ചു? മുഹന്നദുൻ. കരുവാരക്കുണ്ടക്കറിയില്ല നമ്മുടെ നാടിൽ? കരുവാരുടെ ഒരു എന്ന് വെച്ചാൽ ഈ കൊല്ലപ്പണിക്കാരുടെ ലഹാമിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നാട്. അത്രമേൽ ഉഷാറുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയെ പ്രതീക്ഷിച്ചായിരുന്നു വാസ്കോ ഡ ഗാമ യാത്ര തുടങ്ങിയത്. പക്ഷെ എത്തിച്ചേർന്നത് അമേരിക്കയിലാണ്. അപ്പോൾ അവിടെ കുറേ മനുഷ്യന്മാരുണ്ട്. അയാൾ അവരെ കാണുമ്പോൾ ഇവരാണ് ഇന്ത്യക്കാരെന്നും ഇതാണ് ഇന്ത്യ എന്നും തെറ്റിദ്ധരിച്ച് റെഡ് ഇന്ത്യൻസ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഇപ്പോഴും ഉണ്ട് അമേരിക്കയിൽ ആ വർഗം.
അവർ തനി യൂറോപ്യന്മാരല്ല, തനി അമേരിക്കൻസും അല്ല, അവർ റെഡ് ഇന്ത്യൻസാണ്. ഒരു പക്കാ വെള്ളയല്ല, നമ്മുടെ പോലെയല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു ടീംസ്. ഈ വർണ്ണങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുവെന്ന് ഖുർആൻ പറയുന്നു. എന്നല്ല, ലോകത്തുള്ള ഈ വൈവിധ്യങ്ങൾ പടച്ച റബ്ബിൻ്റെ മഹാശക്തിയുടെ അടയാളവും പ്രതീകവുമാണെന്ന് സൂറത്തുർ റൂമിൻ്റെ 22-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാം. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫി അൽസിനതികും വഅൽവാനികും. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ മഹാപ്രപഞ്ചത്തെ, ഭൂമിയെ, ആകാശത്തെ സൃഷ്ടിച്ചത്. അതോടൊപ്പം നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങളുടെ ഭാഷയും വർണ്ണവും വ്യത്യസ്തമായതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാകുന്നു. ഭാഷയും വർണ്ണവും വ്യത്യസ്തമാവുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ ശക്തിവിശേഷത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആളുകളിൽ ഈ ഒരു വ്യത്യസ്തത നിലനിൽക്കുമെന്നും അത് തികച്ചും സ്വാഭാവികമാണെന്നും അത് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർണ്ണവിവേചനത്തിൻ്റെ പേരും പറഞ്ഞ് ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ വ്യത്യസ്തങ്ങളായ ജോലികൾ സൃഷ്ടിച്ച് ഓരോ മനുഷ്യനെ അടിമകളാക്കി വെക്കാനോ ഉള്ളതല്ലെന്നും പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ ബോധിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നോക്കുങ്ങൾ, അള്ളാഹുവിൻ്റെ മഹാകഴിവായിട്ടാണ് അള്ളാഹു ഭാഷ വ്യത്യസ്തമായതിനെ കുറിച്ച് പറയണത്. എല്ലാവരും ഒരേ ഭാഷക്കാരാവുക, ഒരു സന്തോഷം ഉണ്ടാവില്ല. എല്ലാവരും വ്യത്യസ്തങ്ങളായ രീതിയിൽ സംസാരിക്കുന്നതും സംസ്കാരം ഉൾക്കൊള്ളുന്നതും വലിയൊരു സൗന്ദര്യമാണ്. പരിശുദ്ധ ഖുർആന്റെ അഭിപ്രായത്തിൽ ഖുർആൻ പറയുന്നത് പ്രകാരം ഭാഷ വ്യത്യസ്തമായത് അള്ളാഹുവിൻ്റെ ഒരു വലിയ ശക്തി വിശേഷണമാണ് എന്നാണ്. നമ്മളിപ്പോൾ വിമർശിക്കാൻ വേണ്ടിയല്ലെങ്കിലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടെ പറയാമെന്ന് എനിക്ക് തോന്നുകയാണ്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ മനുഷ്യരെല്ലാവരും ഒരേ ഭാഷക്കാരായി വന്നതിനാൽ അവരൊന്നിച്ചൊരു വലിയ ഗോപുരം സൃഷ്ടിച്ചു. ആ ഗോപുരം വളർന്നു വന്ന് അവരൊരേ ഭാഷക്കാരും ഒരേ ദേശക്കാരും ഒരേ ബോധത്തിലും മുന്നോട്ട് പോയാൽ ദൈവത്തിന് ഭീഷണിയാകുമെന്ന് ദൈവത്തിന് തോന്നിയെന്നാണ്. അതുകൊണ്ട് ദൈവം ഇറങ്ങിച്ചെന്നു, അവരുടെ ഭാഷ വ്യത്യസ്തങ്ങളാക്കി. അപ്പോൾ കുറച്ച് ടീം പറയണത് മറ്റേ ടീമിന് മനസ്സിലാവണില്ല, അവർ പറയണത് അതിൻ്റെ അപ്പുറമുള്ള ടീമിന് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നത വന്നു, ഐക്യം നശിച്ചു. അതുകൊണ്ട് ദൈവം രക്ഷപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു ദൈവം എന്ന രീതിയിൽ ഇത്രമേൽ നിസ്സാരനാവേണ്ടതോ അല്ലെന്ന് നമുക്കറിയാം. അതിൻ്റെ ഉദ്ദേശങ്ങളും അതിൻ്റെ മറ്റു വിശദീകരണങ്ങളും നൽകേണ്ടത് അതിൻ്റെ ആളുകളാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. ഈ പട്ടണം പണിയൊക്കെ നിർമ്മിച്ചൊരു വലിയ ശക്തിയാവുമ്പോൾ ദൈവത്തിന് ഭീഷണിയാവും തോന്നുകയാണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. പരിശുദ്ധ ഖുർആൻ പറയണത്, ഞാൻ ഈ ഓതിയ സൂറത്തുർ റൂമിൻ്റെ 22-ാമത്തെ വചനത്തിൽ, ഭാഷ വ്യത്യസ്തമായത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ താല്പര്യപ്രകാരം അവൻ്റെ ശക്തി വിശേഷണത്തിന് തെളിവായിട്ടാണ് എന്നാണ്. ഇത് രണ്ടിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന്, നിസ്സാരത കൊണ്ട് ഭാഷ ഭിന്നിച്ച് മനുഷ്യന്മാരെ വിവിധ ഗ്രൂപ്പുകളാക്കിയിട്ട് അവരുടെ ഐക്യം തകർത്ത് അവരുടെ പട്ടണ നിർമ്മാണം ഒഴിവാക്കലാണ്. മറ്റേതങ്ങനല്ല, വ്യത്യസ്ത ഭാഷ കൊടുത്തിട്ട് അവരെ ശക്തിപ്പെടുത്തുന്നതാണ്. ആ വശം അവിടെ ഇരിക്കട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വൈവിധ്യങ്ങൾ സ്വാഭാവികം മാത്രമാണെന്നാണ്. ഇതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെയും രണ്ടാം നമ്പറായിട്ട് കാണാൻ പറ്റില്ല. ഇന്ത്യയിൽ ദൗർഭാഗ്യകരമാകാം, സഹസ്രങ്ങൾ നിലനിന്നത് ഇതിന് വിരുദ്ധമായ വ്യവസ്ഥകളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ എല്ലാ തോട്ടിപ്പണിയും വൃത്തികേടും ചെയ്യേണ്ടവരായിരുന്നു ശൂദ്രർ. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാലും അവർക്ക് അവരുടേതായ ഒരു പോരിഷുണ്ട്, ശ്രേഷ്ഠത ഉണ്ട്. ജാതി ശൃംഖലയിൽ അവർക്കൊരു കണ്ണിയാകാൻ പറ്റി എന്നുള്ളത്. അതിന് പോലും പറ്റാത്ത മഹാപുഴുക്കളായ ജീവികളുണ്ട് മനുഷ്യരുടെ പേരിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങിങ്ങുണ്ട്, തീരെ അവസാനിച്ചിട്ടൊന്നുമില്ല. ബ്രാഹ്മണന്മാർ ചെയ്യേണ്ടത് വേദപഠനവും പിന്നെ അവരുടെ പൗരോഹിത്യ വൃത്തികളൊക്കെയാണ്. അതിൻ്റെ താഴെയുള്ള ക്ഷത്രിയന്മാർ രാഷ്ട്രീയം, യുദ്ധം, അതുപോലെയുള്ള സംഗതികളൊക്കെ നടത്തേണ്ടവരാണ്. അതിൻ്റെ താഴെയുള്ള ആളുകൾ വൈശ്യർ, കച്ചവടം പോലത്തെ, കൃഷി പോലത്തെ സംഗതിയുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക ലെവലൊക്കെ കൈകാര്യം ചെയ്യേണ്ടവരാണ്. ശൂദ്രരുടെ പ്രധാന ധർമ്മം ബ്രാഹ്മണന്മാരെ സേവിക്കലാണ്. ബ്രാഹ്മണന്മാരെ സേവിക്കുക വഴി അവർക്ക് മോക്ഷം കിട്ടിയാൽ അടുത്ത ജന്മത്തിലെങ്കിലും ഈ ജാതി ശൂദ്രന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും.
അപ്പം നിരന്തരമായി ഈ സേവനം അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ ജന്മം കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനാവാൻ, നമ്മുടെ നാട്ടിലുള്ള ഒരു മന്ത്രിയൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനായി പിറന്ന് ഇന്ന ക്ഷേത്രത്തിൽ പൂജാരിയാവണം എനിക്കെന്നൊക്കെ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് ആഗ്രഹിക്കാം, ആർക്കും പലതും ആഗ്രഹിക്കാം, ഇഷ്ടമുള്ളതൊക്കെ ആഗ്രഹിക്കാം, അതേക്കുറിച്ചല്ല നമ്മൾ പറയണത്. പക്ഷെ അടുത്ത ജന്മത്തിലെങ്കിലും നല്ല ഒരു സ്വഭാവവും സാമൂഹിക അവസ്ഥയും നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ ബ്രാഹ്മണനെ സേവിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ ഈ ബ്രാഹ്മണന്റെ നിത്യ അടിമയായിട്ട് ഈ സാധു മനുഷ്യന്മാർ മാറും. നിത്യമായി തൊഴിലെടുക്കുക, എന്നിട്ട് അതിന് അന്നം മാത്രത്തിരി കിട്ടുക. ഭാഷയിൽ പോലും വിവേചനം. ഈ സാധുക്കളാകുന്ന ജാതി ശൂദ്രന്മാർക്ക് വലിയ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. ഉപ്പ് വേണമെന്ന് പറയാൻ പാടില്ല. പിന്നെ ശക്തമായി പീഡിപ്പിക്കും, ചിലപ്പോൾ കൊന്നു വരും. കാരണം ഉപ്പ് എന്ന് പറഞ്ഞതിന്. പിന്നെ പൊളിക്കണത് എന്ന് പറയണം. അവരുടെ വീടിന് വീട് എന്ന് പറയാൻ പാടില്ല, പുര എന്ന് പറയാൻ പാടില്ല, ഭവനം പറയാൻ പാടില്ല. ഇതൊക്കെ വലിയവർക്ക് പറയാനുള്ളതാണ്. പിന്നെ അവരുടെ വീടിന് എന്ത് പറയണം? ചെറ്റപ്പുര അല്ലെങ്കിൽ ചാള എന്നൊക്കെ പറയണം. അങ്ങനെ ഭാഷയിലും വേഷത്തിലും ഈ ശൂദ്രന്മാരാവുന്ന ആളുകൾ ഫുള്ള് ഡ്രസ്സ് ഇടാൻ പാടില്ല, ചെറിയൊരു ഒരു ഒറ്റമുണ്ട എടുക്കാൻ പാടുള്ളൂ. അവരുടെ സ്ത്രീകൾക്ക് മാറുമറക്കാൻ പാടില്ല. ഇന്ത്യയിലൊക്കെ അത് വല്ലാതെ നിലനിന്നു. നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഈ ഭാഗങ്ങളിലൊക്കെ പെണ്ണുങ്ങൾക്ക് അവരുടെ മാറുമറക്കാനുള്ള പരമമായ അവകാശത്തിന് വേണ്ടി ടിപ്പു സുൽത്താനെ പോലെയുള്ള മഹാത്മാക്കൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് അവർക്ക് മാറുമറക്കാൻ പറ്റുന്നത്. മാറുമറച്ചതിൻ്റെ കാരണത്താൽ നമ്മുടെ നാട്ടിലൊരു സ്ത്രീ അവളുടെ സ്തനം മുറിച്ച് തമ്പ്രാന് കൊടുത്ത് മരണപ്പെട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഞാനത് വിസ്തരിക്കല്ല. ഈ സാമൂഹിക വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിച്ച ടിപ്പു സുൽത്താനെ പോലെയുള്ളവർ ഇന്ന് വർഗീയവാദികളാണ്. അതാണ് ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം. അദ്ദേഹം ഇന്ന് വർഗീയവാദികളാണ്, മതവിദ്വേഷിയാണ്. ഒരു നിലക്കും ഇന്ത്യക്ക് പാടില്ലാത്ത വിധം ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയ മനുഷ്യനാണെന്നാണ്. ഇന്ത്യയുടെ പ്രാചീന ചരിത്രത്തിൽ, ആധുനിക സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ മുന്നേ തുടക്കം മുതൽ ഒടുക്കം വരെയും ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ മോചനം എന്ന രീതിയിൽ പ്രവർത്തിച്ച, യുദ്ധം ചെയ്ത, നിലകൊണ്ട ഒരേ ഒരു മനുഷ്യനാണ് ടിപ്പു സുൽത്താൻ. മറ്റൊരാളുമില്ല. പഴശ്ശിരാജാവിനെ വാഴ്ത്താറുണ്ട്. അദ്ദേഹം ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് ഞാൻ പറയാം, ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് ടിപ്പുവിനെതിരെ സമരം ചെയ്ത ആളായിരുന്നു അദ്ദേഹം. ടിപ്പുവിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയുടെ മോചനമായിരുന്നു. അപ്പൊ അദ്ദേഹം കുറെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചില്ലേ എന്നാണ് ചോദ്യം. അദ്ദേഹം കുറെ ഹൈന്ദവരെ കൊന്നില്ലേ എന്നാണ് ചോദ്യം. അന്നത്തെ ഏത് പടയോട്ടത്തിൻ്റെയും അനിവാര്യമായിരുന്നു അത്. അതിൻ്റെ രാഷ്ട്രീയപരമായ കാരണം കൂടി നമ്മൾ മനസ്സിലാക്കണം. ടിപ്പു ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ കേരളത്തിലെ ജന്മികളും ഭൂസ്വത്തിൻ്റെ ഉടമകളും ഉന്നത കുലജാതന്മാരും ബ്രിട്ടീഷുകാരുടെ ആളുകളായിരുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. ഈ ജാതി വ്യവസ്ഥയെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു ബ്രിട്ടീഷുകാർ, കാരണം ഈ ഉന്നതന്മാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന കേരളത്തിലെ ഉന്നത കുലജാതന്മാരാകുന്ന ആളുകളോട് ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ടിപ്പു സുൽത്താൻ നന്നായിട്ട് പോരാടിയിട്ടുണ്ട്. അവരിൽ പല ആളുകളും മരണപ്പെട്ടിട്ടുമുണ്ട്. അവരുടെ സ്വത്തുവകകൾ ടിപ്പു സുൽത്താൻ തൻ്റെ ഭരണത്തിലേക്കും രാഷ്ട്രത്തിലേക്കും കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. അത് ഹിന്ദു എന്നുള്ള കരുതിയിട്ടല്ല, രാഷ്ട്രീയ പോരാട്ടമായിരുന്നു. തൻ്റെ ആജന്മ ശത്രുക്കളാവുന്ന ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ ഏതൊരു രാഷ്ട്രത്തലവൻ്റെയും ഏതൊരു യോദ്ധാവിൻ്റെയും ശത്രുവാണ് എന്നതിൽ ഒരു തർക്കമില്ല. ഇപ്പൊ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത നാടുകളെ നമ്മൾ ബഹിഷ്കരിക്കുന്നു. അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിക്കുന്നു. എന്തുകൊണ്ട്? അതാണ് അതിൻ്റെ ഒരു രീതി. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന കുറേ ഭൂജന്മികളെയും ഉന്നത കുലജാതന്മാരെയും ടിപ്പു സുൽത്താൻ നേരിട്ടിട്ടുണ്ട്. പലർക്കും ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. അവരുടെ സ്വത്തുകൾ തൻ്റെ രാഷ്ട്രത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത് രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയം മാത്രമാണ്. അല്ലെങ്കിൽ മൈസൂരിലെ ശ്രീരംഗപട്ടണത്തിന്
പട്ടണത്തിലുള്ള ക്ഷേത്രത്തിന് നിർമ്മാണത്തിനും അതിൻ്റെ പുനഃസംഘാടനത്തിനും പുനർനിർമ്മാണത്തിനും അതിൻ്റെ നിത്യവൃത്തി കഴിഞ്ഞു പോകാനും വേണ്ടി ഫണ്ട് അനുവദിക്കുന്ന ഡിപ്പു നമുക്ക് കാണാൻ പറ്റൂല. സത്യത്തിൽ അങ്ങനെ ഉണ്ട്. ഒരു ക്ഷേത്രത്തിനല്ല, മൈസൂരുമായി ബന്ധപ്പെട്ട കുറേയേറെ ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രത്തിലെ എല്ലാ കർമ്മം നടക്കാനുള്ള ഫണ്ട് അനുവദിച്ചിരുന്ന ടിപ്പു സുൽത്താനായിരുന്നു. എന്തുകൊണ്ട്? അന്ന് ടിപ്പു സുൽത്താനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു ആ ക്ഷേത്രത്തിലെ ഉന്നതന്മാരെല്ലാവരും മൈസൂരിൻ്റെ പശ്ചാത്തലത്തിൽ. കേരളത്തിൽ അങ്ങനല്ലായിരുന്നു. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് നിന്ന് ആനുകൂല്യം പിടുങ്ങാൻ വേണ്ടി നിന്നവരായിരുന്നു പല ഉന്നത കുലജാതന്മാരും. സ്വാഭാവികമായും ബ്രിട്ടീഷുകാരെ എതിർക്കുന്നതിൻ്റെ ഭാഗമായി ടിപ്പു സുൽത്താൻ അവരെയും എതിർത്തിട്ടുണ്ട്, അവരെയും തോൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ സ്വത്തുവകകൾ തൻ്റെ രാഷ്ട്രത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇവിടെ ടിപ്പു മാത്രം ഹിന്ദുക്കളെ കൊന്നവനായിട്ട് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുക. ഹിന്ദുക്കളെ അല്ല കൊന്നത്, ബ്രിട്ടീഷുകാരുടെ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികളെയാണ് ടിപ്പു സുൽത്താൻ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചത്. അവിടുത്തെ രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന വശം മാറ്റി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സമരം പോലും എന്നതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ അതൊക്കെ ചരിത്രത്തിൽ നിന്ന് തമസ്കരിച്ച് കൊന്നത് ഒരു പ്രത്യേക മതത്തിൻ്റെ ആളുകളാണ്, അതുകൊണ്ട് ടിപ്പു സുൽത്താൻ വർഗീയവാദിയാണ് എന്ന് തെളിയിക്കാനാണ് ഇന്ന് ചരിത്ര നിർമ്മിതി നടത്തുന്നവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടിപ്പു സുൽത്താൻ ഒരു ഹിന്ദു വിരുദ്ധനാണെങ്കിൽ തൻ്റെ 19 മന്ത്രിമാരിൽ 13 പേരും ഹൈന്ദവരാകില്ലായിരുന്നു. തൻ്റെ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി പോലും പൂർണ്ണയ്യ എന്ന് പറയുന്ന ശുദ്ധ ഹൈന്ദവനാകില്ലായിരുന്നു. പക്ഷെ അങ്ങനെയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ 13 പേരും 19-ൽ 140-ലല്ല 19-ൽ 13 പേരും ഹൈന്ദവരായിരുന്നു, ശുദ്ധ ഹിന്ദുക്കളായിരുന്നു. ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് പോലും ടിപ്പു സുൽത്താന്റെ അധികാരം വരേണ്ടി വന്നു എന്നാണ്. അവർക്ക് കഞ്ഞി വിളമ്പുന്നത് കുഴി കുത്തിയിട്ട് അതിൽ ഇല വെച്ചിട്ടാണ്. ഇത്തിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഈ ഉന്നത കുലജാതന്മാരാകുന്ന ഭൂസ്വത്ത് ഭൂപ്രമാണിമാരുടെ സേവകന്മാർ വന്ന് ആ ഉള്ള കഞ്ഞിയിൽ പോലും ചവിട്ടി 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 നടക്കുന്നതാണ്. തോട് കിടക്കണം എന്നുണ്ടെങ്കിൽ, ചളിയുള്ളിടത്തൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഉന്നതന്മാർ വരുമ്പോൾ പാവപ്പെട്ട ശൂദ്രന്മാർ, ദളിതന്മാർ അവിടെ കമന്ന് കിടക്കണമായിരുന്നു. അവരുടെ പുറത്ത് ചവിട്ടിയിട്ടാണ് അവർ അങ്ങോട്ട് പോവുക. ഇവർ നടക്കുന്ന പാതയിലൂടെ അവർക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. വൈക്കം സത്യാഗ്രഹം കാലത്ത് ഗാന്ധിജി വന്നു. അന്നത്തെ അവിടുത്തെ പ്രാദേശിക ഭരണാധികാരിയാവുന്ന ബ്രാഹ്മണനോട് അദ്ദേഹം ചർച്ചയ്ക്ക് ചെന്നു, ചർച്ചയ്ക്ക് ആവശ്യപ്പെട്ടു. ആ സമയത്ത് വൈശ്യനാവുന്ന ഗാന്ധിജിയോട് ചർച്ചയ്ക്ക് നാം അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. ഗാന്ധിജി ഇതിനൊരു പരിഹാരമാവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ഇല്ലത്തിൽ കയറ്റൂല എന്ന് അയാൾ വാശി പിടിച്ചു. അങ്ങനെ പുറത്ത് ചെറിയൊരു പന്തലിട്ടിട്ട് അതിൽ വെച്ചാണ് ഗാന്ധിജിയും അദ്ദേഹവും തമ്മിലുള്ള ചർച്ച നടന്നത്. എത്ര ശ്രമിച്ചിട്ടും പക്ഷേ ഗാന്ധിജിക്ക് അത് വിജയിപ്പിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് നിരാശയോടുകൂടെ മടങ്ങിപ്പോരേണ്ടി വന്നു. എന്തേ പ്രശ്നം? താങ്കൾ എന്തിനായി അധ്വാനിക്കുന്നത്? അവരൊക്കെ നീച ജന്മങ്ങളല്ലേ എന്ന് ചോദിച്ചു ഗാന്ധിജിയോട്. നീച ജന്മങ്ങൾ. പിന്നീട് ഡെക്കറേഷൻ ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു ഘട്ടമൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇത് ജോലി കൊണ്ടാണ് ഈ ജാതി ശൂദ്രത്വം വരുന്നത് അല്ല, ജന്മം കൊണ്ടാണെന്ന് എല്ലാ പ്രമാണങ്ങളും പറയുന്നു. നീച ജന്മങ്ങളല്ലേ എന്ന ചോദ്യം പോലും അതിനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജീവിതത്തിൽ ബ്രാഹ്മണ സേവ നടത്തിയാൽ അടുത്ത ജന്മത്തിൽ അങ്ങനെ തന്നെ ബ്രാഹ്മണ യോനിയിലൂടെ ജനിക്കാം, അല്ലെങ്കിൽ ചാണ്ടാള യോനിയിലോ പട്ടിയുടെയും പന്നിയുടെയോ യോനിയിൽ ജനിക്കേണ്ടി വരും. ജന്മം കൊണ്ടാണ് ശൂദ്രത്വം വരുന്നത്, ജന്മം കൊണ്ടാണ് വൈശ്യത്വം വരുന്നത്, ജന്മം കൊണ്ടാണ് ജാതി ശ്രേണിയിലെ ഓരോ സാധനങ്ങളും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ 1935 ഒരു വലിയ സമ്മേളനം വിളിച്ചിട്ട് ഞാൻ ഈ ജാതി വ്യവസ്ഥയെ ഉൾക്കൊള്ളുന്ന മതത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞത്. അദ്ദേഹം മാത്രമല്ല, അയാളോടൊപ്പം 100,000-ലധികം അനുയായികളും. മനുഷ്യനെ രണ്ടായി കാണുക. നമ്മളൊക്കെ കുറേ ഉന്നതന്മാരാണെന്ന് പറയാം. അതുകൊണ്ടാണല്ലോ ഹിമാലയം കടന്നു വന്നതല്ല ഭാരതത്തിലെ മുസൽമാൻ എന്ന് ആശാന് പാടേണ്ടി വന്നത് ദുരവസ്ഥയിൽ, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കയറി വന്നതല്ല.
ആര്യന്മാർ വന്നതുപോലെ മെസോപ്പൊട്ടേമിയൻ മേഖലയിൽ നിന്ന് ആര്യന്മാർ വന്ന് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചതുപോലെ എല്ലാ മുസ്ലിങ്ങളെന്ന് ആശാൻ പറയുന്നുണ്ട്. പിന്നെയോ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മുഖേന മനുഷ്യരാവാൻ വേണ്ടിയിട്ട് അവർ മതം മാറിയതാണ്. എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാലത്തിരുന്നിടാ മുട്ടും പേടിക്കേണ്ട തമ്പുരാനെ. ഇതാണ് പ്രശ്നം. എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കണം. പൂഹോ എന്നും പറഞ്ഞ് കൂവിക്കൊണ്ടൊരാൾ മുന്നിൽ പോകും. പല്ലക്കിൽ ഈ ഉന്നത കുലജാതം വരുമ്പോ അവിടെയുള്ള എല്ലാവരും മാറിക്കൊണ്ടിരിക്കണം. ആ വഴിയിലേക്ക് അവർ വരാൻ പാടില്ല. മുള്ളും കല്ലും നിറഞ്ഞ ചളി നിറഞ്ഞ ചില വഴികളുണ്ട് അവർക്ക്. ഇപ്പൊ നമ്മുടെ വലിയ റോഡിൻ്റെയൊക്കെ സൈഡിലൂടെയുള്ള ചെറിയ റോഡൊക്കെ പോലെ അതിലൂടെ നടക്കാൻ പറ്റുള്ളൂ. എന്നാലും കണ്ണ് കാണാൻ പാടില്ല, ദൃഷ്ടിദോഷം സംഭവിക്കും. അതുകൊണ്ട് അവർ ദൂരെ പോകണം. അതിനു വേണ്ടിയാണ് മുന്നിൽ കൂവിക്കൊണ്ട് ഒരാൾ വരുന്നത്. ഇതേ വരുന്നു നമ്മുടെ ഈ ജന്മി, അതുകൊണ്ട് നിങ്ങൾ മാറിപ്പോണം. ഇതേ വരുന്നു ബ്രാഹ്മണൻ, അതുകൊണ്ട് നിങ്ങൾ മാറിപ്പോണം, ദൂരെ നിൽക്കണം. ശ്രീനാരായണ ഗുരുയുടെ പഠനങ്ങൾ കുറെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ഒരിടത്ത് പറയുന്നുണ്ട്, ശ്രീ ശങ്കരനെ പോലും ഈ ജാതി ശൂദ്രത്വത്തിന്റെ പ്രശ്നം ബാധിച്ചുവല്ലോ എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. ശ്രീ ശങ്കരാചാര്യരും ശ്രീ നാരായണ ഗുരു എന്ന് പറഞ്ഞ് ധർമ്മരാജ് അഡാട്ടിന്റെ ഒരു പുസ്തകം ലഭ്യമാണ്, നമുക്ക് വായിച്ചു നോക്കാം. ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് നമ്മുടെ ഭരണഘടനാ ശില്പിയാകുന്ന അംബേദ്കറുടെ തന്നെ സംയുക്ത കൃതികൾ എന്ന് പറഞ്ഞ് വാള്യങ്ങളുണ്ട്. അതിൻ്റെ 8ാം വാള്യം, അതിൻ്റെ 11ാം വാള്യമൊക്കെ വിസ്തരിച്ചു പറയുന്നത് ജാതി വ്യവസ്ഥയുടെ വിഷയങ്ങളെ കുറിച്ചാണ്. നമുക്ക് വായിച്ചു നോക്കാം. നിരവധിയായി അതേക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. തൽക്കാലം ഇത്തരം കാര്യങ്ങളൊക്കെ മതി എന്ന് തോന്നുകയാണ്. ഈ ജാതി ശൂദ്രത്വം നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകളുടെ ലക്ഷ്യവും അവരുടെ ആദർശവും ഉള്ളിൽ പേറിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കുറേ ആളുകൾ ജീവിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് വേടനെതിരെ വരുന്ന ചില സാംസ്കാരികമായ അക്രമങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, വേടൻ നമ്മുടെ ആരുമല്ല. അദ്ദേഹത്തിൻ്റെ റാപ്പ് സംഗീതത്തെ ന്യായീകരിക്കേണ്ട ആവശ്യമോ അദ്ദേഹത്തിനെ വേറെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമോ നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് വലിയൊരു തലമുറയെ അദ്ദേഹം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. വലിയൊരു തലമുറയെ. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10:30 വരെ 7000 ആളുകൾക്ക് മാത്രം ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഗ്രൗണ്ടിൽ 10,000 ചില്ലാനം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും യുവാക്കളും തടിച്ചുകൂടുന്നു. എത്ര ടൈം എന്നാലോചിച്ച് നോക്കും നിങ്ങൾ. പൊരി വെയിലത്ത് അവർക്ക് അവരുടെ ശാരീരികമായ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കണ്ടേ, മൂത്രമൊഴിക്കണ്ടേ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. പക്ഷെ അതിനൊന്നും ഒരു സംവിധാനമില്ല. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10:30 വരെ. എന്നിട്ടും വേടൻ സ്റ്റേജിൽ വരുന്നില്ല എന്ന് വന്നപ്പോൾ പ്രതിഷേധം വരികയാണ്. സംഘാടകരോട് കയർക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ പോലും പറയാതെ ഇങ്ങോട്ട് വന്നത് വേടനെ കാണാനാണ്, വേടനെ കൊണ്ടുവരീന്ന് പറയാണ്. വേടനെ കാണാനാണ്, കൊണ്ടുവരീന്ന് പറയാണ്. വേടനില്ലെങ്കിൽ ഇനി പരിപാടി നടത്തണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണ്. 10,000-ത്തിലധികം യുവത്വം. പണ്ട് എലികളുടെ ശല്യം കൊണ്ട് രാജ്യത്തിന്റെ പകുതി നൽകാം, എലിശല്യം മാറ്റിയാലെന്ന് പറഞ്ഞ ഒരു രാജാവിൻ്റെ കഥ നമ്മുടെ ഇംഗ്ലീഷ് കഥകളൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് അല്ലേ. അവൻ്റെ സംഗീതജ്ഞൻ വന്നു, അദ്ദേഹം പാട്ടുപാടി, അദ്ദേഹത്തിൻ്റെ കുയലൂതി. അപ്പോൾ എലികളെല്ലാം അയാളുടെ പിന്നാലെ ഈ സംഗീതം ആസ്വദിച്ചു കൊണ്ടുപോയി. അയാളങ്ങനെ പുഴയിലിറങ്ങിപ്പോയി, എലികളൊക്കെ ചത്ത്. സംഗതി ശല്യം നീങ്ങിയപ്പോൾ രാജാവിന് ഈ രാഷ്ട്രം കൊടുക്കാൻ, പകുതി കൊടുക്കാൻ, പ്രഖ്യാപിച്ച സമ്മാനം കൊടുക്കാൻ ഒരു വിമ്മിട്ടം വന്നു അല്ലേ. അയാൾ പിന്നെയും ഊതി. അപ്പോൾ നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം അയാളെ തുടർന്നു. അയാൾ അങ്ങനെ പോയിട്ട് പുഴയിലോ കടലിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തം കുട്ടികളോട് പോകും. രാജാവ് പ്രതിസന്ധിയിലായി, പറഞ്ഞ സമ്മാനം കൊടുക്കേണ്ടി വന്നു. അതാണ് ആ കഥയുടെ ആകത്തുക. ഇவ்விധം കുഞ്ഞുങ്ങളെ മൊത്തം സ്വാധീനിച്ചൊരു മനുഷ്യൻ, വേടനാവട്ടെ വേടനല്ലാത്തയാളാവട്ടെ, ഇவ்விധം കുഞ്ഞുങ്ങളെ വല്ലാതെ ആകർഷിച്ച് അവര് എല്ലാവരും ഇவ்விധം കൈകാര്യം ചെയ്യുന്ന, മനസ്സിലാക്കുന്ന, ഉൾക്കൊള്ളുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാൾ അവരെ ഏത് രീതിയിലും വേണമെങ്കിൽ മാറ്റിമറിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേടൻ നമ്മൾ ന്യായീകരിക്കേണ്ട ഒരു കാര്യമേ അല്ലെന്ന്. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഉന്നതന്മാരാകുന്ന പലരും, മധുവിനെ പോലെയുള്ളവർ, ഈ വേടന്റെ പിന്നിൽ
ഉള്ളവരെ കുറിച്ച് പ്രത്യേകം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സൊസൈറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട്. അതിനാരും മെനക്കെടണ്ട, അത്തരം ദിവാസ്വപ്നങ്ങളൊന്നും ആരും കാണണ്ട. മുസ്ലിം സൊസൈറ്റിക്ക് വേടൻ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള ഏത് സംഗതിയെ പോലെ ഒരു 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 സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകം സപ്പോർട്ട് ചെയ്യേണ്ടതോ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതോ രംഗത്തിറക്കേണ്ടതോ ആയ കാര്യമേ അല്ല. ഇത്രയൊക്കെ ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാതെ വയ്യ. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമാണത്. ഈ ജന്മിത്വ വ്യവസ്ഥയെ അദ്ദേഹം ശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ആശയമുള്ള വരികൾ കൊണ്ട് ഈ ജാതി ജന്മിത്വ വ്യവസ്ഥയെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഉന്നത കുലജാതന്മാരും നിങ്ങൾ വലിയ ഉന്നതന്മാരും അല്ലെന്നും അങ്ങനെയാണെങ്കിൽ ഒരു ചുക്കുമില്ല എന്നും അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ പ്രയോഗിക്കുന്നില്ല, അദ്ദേഹം പാടുന്നു. ഇത് പലരെയും അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളാരും അത്ര ഉന്നതന്മാരൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ വലിയ ഈ ജന്മിത്വം അഭിനയിക്കേണ്ടവരുമല്ല, നിങ്ങളുടെ കീഴിൽ കീഴാളരായി നിൽക്കേണ്ടവരുമല്ല. അയാളെപ്പോലെയുള്ള ഈ കറുത്ത വർഗ്ഗക്കാർ അല്ലെങ്കിൽ ഈ നിറത്തിലൊന്നും പുതിയ വലിയൊരു സപ്പോർട്ട് കിട്ടാത്ത അദ്ദേഹത്തെ പോലെ ഉള്ള ആളുകളൊന്നും അങ്ങനെ നിങ്ങളെ പിന്നിൽ നിൽക്കേണ്ടവരല്ല. ഇനി നിങ്ങളങ്ങനെ ഉന്നതന്മാരാന്ന് വെച്ചാൽ നമുക്കൊരു ചുക്കൂല്ല. ഇപ്രകാരം അദ്ദേഹം പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. വേടൻ എന്നത് അദ്ദേഹം സ്വീകരിച്ച പിൽക്കാലത്തൊരു ഒരു പേരാണ്. ഹിരൺദാസ് മുരളി എന്നാണ് അയാളുടെ പേര്. തൃശ്ശൂരുകാരനാണ്. അയാളുടെ അമ്മ ശ്രീലങ്കക്കാരിയാണ്. അതൊക്കെ വെച്ച് തിരുവുറവാദത്തിലേക്ക് കൊണ്ടുപോയി അയാളെ പൂട്ടാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടന്നു. ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പുതിയ രാജ്യത്ത് പുതിയ വ്യവസ്ഥയിൽ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം ഒരു ഓമനപ്പേര് മാത്രമാണ്. ഭരണാധികാരികളെ വിമർശിക്കാൻ പറ്റൂല, ശക്തമായ കേസ് വരും. ചില ആളുകൾക്കൊക്കെ 4 കൊല്ലം 5 കൊല്ലം മുന്നേ വേടം പാടിയത് ഇപ്പോൾ അവരുദ്ദേശിക്കുന്ന ഏതോ ഒരാളെ കുറിച്ചാണെന്നും പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ തോന്നുകയാണ്. അവരുദ്ദേശിക്കുന്ന ഏതോ ഒരാളെ കുറിച്ചാണെന്ന്. ലോകാകെ ഉലകം ചുറ്റുന്നു, പൈസ ഒക്കെ കളയുന്നു, ഒരു ഉപകാരമില്ലാത്ത ഭരണാധികാരി എന്നൊക്കെ പറയണത് അവർക്ക് ഇങ്ങനെ തോന്നുകയാണ്. അത് നമ്മളാളെ പറ്റി തന്നെ ആണല്ലോ. എന്നിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം അവർക്ക് കേസ് കൊടുക്കാൻ തോന്നുകയാണ്. ഇയാൾ ഏറ്റവും ശ്രദ്ധേയനാകുന്നത് അയാളുടെ 2020 വന്ന ഒരു ആൽബം ഉണ്ട്. അയാൾ തന്നെ രചിച്ച, അയാൾ തന്നെ പാടുന്നത്. വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്നാണ് അതിൻ്റെ പേര് പോലും. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണത്. അത് ശരിക്കും വേടൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അത് പലർക്കും അലോസരം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടപടിക്രമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയാകുന്നു. പലരുടെയും ആനക്കൊമ്പും പലരുടെയും പുലിനഖവും പുലിപ്പല്ലുമൊക്കെ ഇതിൻ്റെ മുന്നേയും വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഒരു FIR ഇടാൻ പോലും ഒരു പോലീസുകാരനും പോയിട്ടില്ലെങ്കിൽ വേടൻ്റെ കഴുത്ത് തൂങ്ങിക്കിടക്കുന്ന വെള്ള സാധനം പുലിപ്പല്ലാണെന്ന് പറയുകയും തീരുമാനിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. വിവിധ വകുപ്പുകൾ വളരെ പെട്ടെന്ന് ജാഗരൂകരാകുന്നു. ഇത് സ്വാഭാവികമായി വിമർശിക്കപ്പെടേണ്ടതാണ്. ഇതെല്ലാം ജാതീയതയുടെ പേരിലാകുമ്പോൾ, വർണ്ണവ്യത്യാസത്തിൻ്റെ പേരിലാകുമ്പോൾ ശരിക്കും വിമർശിക്കപ്പെടേണ്ടതുമാണ്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. എല്ലാവർക്കും നിലനിൽക്കാനുള്ള അധികാരമുണ്ട്. നമ്മുടെ ഭരണത്തെയും ഭരണകൂടത്തെയും നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും എല്ലാവരും ന്യായീകരിച്ചു കൊണ്ടിരിക്കണം എന്ന് ഇന്ത്യയിൽ നിയമമല്ല. അത് ഏത് ഭരണമാണെങ്കിലും. ഞാനൊരു പ്രത്യേക പാർട്ടിയെ ഉന്നം വെച്ചല്ല പറയണത്. ഇന്ത്യയിലുള്ള പ്രമുഖ പാർട്ടികളുണ്ട്, മാറി മാറി ഭരിച്ചു സങ്കല്പിക്കുക. അവരുടെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിച്ചു കൊണ്ടിരിക്കണം ഇന്ത്യയിലെ ഓരോ മനുഷ്യനും എന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അത് പണ്ടത്തെ നാട്ടുരാജ്യത്തിൻ്റെ നയമാണ്. പണ്ടത്തെ നാട്ടുരാജ്യത്തിൽ രാജാവ് എന്തു പറഞ്ഞാലും അംഗീകരിക്കണമായിരുന്നു. നമുക്കറിയാമല്ലോ, രാജാവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നഗ്നനാക്കി നടത്തിയ 2 എഴുത്തുകാരെ കുറിച്ച്. രാജാവിന് ഏറ്റവും നല്ല ഡ്രസ്സ് വേണം എന്നുള്ള വാശി വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഡ്രസ്സ് സാങ്കല്പികമായിരുന്നു, സത്യത്തിലില്ലായിരുന്നു. പക്ഷെ അത് കാണണമെങ്കിലും അതിൻ്റെ മനോഹാരിത ആസ്വദിക്കണമെങ്കിലും നല്ല ബുദ്ധി വേണമെന്ന് അവർ ആദ്യമേ പറഞ്ഞു വെച്ചു. ആ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇവരിങ്ങനെ കൊണ്ടുവരികയാണ്, പൊതിയൊക്കെ ഇങ്ങനെ അയക്കുകയാണ്. എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ എടുക്കുക. എന്ത് സൗന്ദര്യമല്ലേ, ഇതിട്ട രാജാവ് അടിപൊളിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജാവിനെ നഗ്നനാക്കുകയാണ് അവർ. എന്നിട്ട് ഈ ഡ്രസ്സ് അണിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരിങ്ങനെ എന്തു ഷെയറ്, വല്ലാത്തൊരു സൗന്ദര്യം. രാജാവിന് ഈ ഡ്രസ്സല്ലേ എന്നും വേണ്ടത്. സത്യത്തിലെ ആള് ഫുള്ള് നഗ്നനാണ്. ഇവര് ഡ്രസ്സ് ധരിപ്പിച്ചു എന്നുള്ളതൊക്കെ വെറുതെ അഭിനയിച്ചതാണ്. അവരുടെ അടുത്ത് ഡ്രസ്സേ ഇല്ലായിരുന്നു. രാജാവ് മനസ്സിലാക്കി, നല്ല സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പൊട്ടനാന്ന് വരും. മന്ത്രി മനസ്സിലാക്കി, രാജാവിൻ്റെ പുതിയ ഡ്രസ്സ് നല്ല ചേർച്ചുണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ അയാളും പൊട്ടനാണ്. അങ്ങനെ ഓരോരുത്തരും രാജാവിൻ്റെ ഭാര്യ മനസ്സിലാക്കി, ഫുള്ള് നഗ്നനായി കാണുകയാണ് രാജാവിനെ പരസ്യമായിട്ട്. പക്ഷേ രാജാവിൻ്റെ ഭാര്യ മനസ്സിലാക്കി, ഞാനെങ്ങാനും അത്
സൗന്ദര്യമല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു മന്ദബുദ്ധിയെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നല്ല സൗന്ദര്യം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിനെ മുന്നിൽ നിർത്തിയിട്ട് നഗരപ്രദക്ഷിണം നടക്കുകയാണ്. അപ്പോഴാണ് ഇത്തരം അന്ധങ്ങളും ബോധങ്ങളും ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് ജീവിതങ്ങളും ഒട്ടും പരിചയമില്ലാത്ത രണ്ട് കുട്ടികൾ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നത്. അത് ഏതെങ്കിലും വേടൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാവരും ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും വേടൻ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഗുജറാത്തിലൊക്കെ 5000-ത്തിലധികം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വീടുകളാണ് അടിച്ചു നിരത്തിയത്, ബുൾഡോസർ രാജ് നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം 350ഓളം മുസ്ലിം സ്ഥാപനങ്ങൾ, പള്ളികളും ഈദ്ഗാഹുകളും മദ്രസകളും ഉത്തർപ്രദേശിൽ ബുൾഡോസർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഇനി അങ്ങനെ ചെയ്യരുതെന്ന്. ആ വിധി കുറച്ചാളുകൾക്ക് മാത്രം ബാധകമെന്നും ഉന്നത കുലജാതന്മാർക്ക് അത് ബാധകമല്ലെന്നും അവർ സ്വയം തീരുമാനിച്ചിരിക്കുന്നു. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നവർ ഒരു വരി കൊണ്ടുപോലും ഇതിനെ പ്രതിരോധിക്കുന്നില്ല. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന കുറെ ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിലെ ഒരു വരി കൊണ്ടുപോലും അരവരി കൊണ്ടുപോലും ഇതിനവർ എതിർക്കുന്നില്ല. എല്ലാവരും ഇതൊക്കെ അനിവാര്യമാണെന്ന വിശ്വാസത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു. സഹിക്കാൻ ഒരു വിഭാഗം, ചെയ്തുകൊണ്ടിരിക്കാൻ എല്ലാവരും. ഇത്തരം സന്ദർഭങ്ങളിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഏതെങ്കിലും ഒരു വേടൻ ആവശ്യമുണ്ട്. ഇത് സമ്മതിക്കാതെ പറ്റില്ല. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിന്, വർഗവർണ്ണത്തിൻ്റെ പേരിൽ പറഞ്ഞ് അന്യോന്യം തെറ്റിപ്പിക്കുന്നതിന്, കൊല്ലുന്നതിന്, നീചവൃത്തി ചെയ്യിപ്പിക്കുന്നതിന്, മനുഷ്യനായി കാണാതെ പുഴുവായി മനസ്സിലാക്കുന്നതിന് എതിരെയുള്ള പ്രതികരണം എന്നും പ്രസക്തമാണ്. അത് ഏത് മതം ചെയ്താലും, ഏത് ഭരണകൂടം ചെയ്താലും, ഏത് വ്യക്തി ചെയ്താലും. പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരാം. മനുഷ്യൻ ഒന്നാണ് അവിടെ. അത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതമാണ്. സൂറത്തുൽ ഹുജറാത്തിന്റെ 13-ാം വചനം, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും. ലോകത്തുള്ള ഏതൊക്കെ മനുഷ്യരുണ്ടോ എല്ലാവരും സഹോദരന്മാരാണ്, രക്തബന്ധുക്കളാണ്. അവരുടെ മാതാവൊന്നാണ്, പിതാവൊന്നാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ രീതിയിലുള്ള ഹദീസുകളിൽ ഇത് വ്യക്തമാക്കി പറയുന്നുണ്ട്. കുല്ലുക്കും ബനു ആദം, നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കൾ. വആദമു ഖുലിക മിൻ തുറാബ്, ആദമിനെ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങൾ ലയന്തഹയന്ന ഖൗമുൻ യഫ്തഖിറൂന ബിആബാഇഹിം, പിതാക്കളുടെ പ്രതാപം പറഞ്ഞ് അഹങ്കാരം ധരിക്കുന്നവർ, നടിക്കുന്നവർ, ഫഖർ നടിക്കുന്നവർ, നകളിപ്പ് കാണിക്കുന്നവർ അതിൽ നിന്നും മാറി നിൽക്കട്ടെ. ഔലയകൂനന്ന അഹ്വനു മിൻ അലല്ലാഹി മിനൽ ജുഅലാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല രീതിയിൽ ഈ സംഗതി വിശദീകരിക്കുന്നുണ്ട്. എത്ര മൂർച്ചയുള്ളതാണ് ആ വാക്കുകൾ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പിതാവ് വലിയ ഉന്നതന്മാരായിരുന്നു. നമ്മുടെ പിതാക്കൾ, എൻ്റെ അമ്മ എൻ്റെ വാപ്പൊക്കെ ഉന്നത കുലജാതയാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരം നടിക്കുന്ന ആളുകൾ അതിൽ നിന്ന് വിരമിച്ചു പോട്ടെ, അല്ലെങ്കിൽ സർവനാശം വരും. ആർക്കും അങ്ങനെ നകളിപ്പിന് അർത്ഥമൊന്നുമില്ല, അതിന് യാതൊരു സാധ്യതയുമില്ല. കാരണം കുല്ലുക്കും ബനു ആദം, നിങ്ങളെല്ലാവരും ആദമിന്റെ സന്തതികൾ. വാദമു ഖുലിക മിൻ തുറാബ്. ഈ അർത്ഥത്തിലുള്ള നിരവധി ഹദീസുണ്ട്. മഹാനായ ഇമാം തുർമിദി നിവേദനം ചെയ്യുന്നത്, മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത്, ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത്, ബസാർ തങ്ങളുടെ ഹദീസിലുള്ളത് എല്ലാം ഏകദേശം ഈ ഒരു അർത്ഥത്തെ കുറിക്കുന്നു. വാദമു മിൻ തുറാബ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു. എല്ലാവരും മണ്ണിന്റെ മക്കൾ, എല്ലാവരും ഏകോദര സഹോദരന്മാർ. ഈ ഒരു വീക്ഷണം മുന്നിൽ വെക്കുന്ന പരിശുദ്ധ ഇസ്ലാം മാനവികതയുടെ ഉത്തുംഗതയാണ് മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാനവികതയുടെ ഗിരിശൃംഗത്തിലേറിയാണ് ഷറഫാക്കപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജിന്റെ പ്രഭാഷണം നടത്തുന്നത്. ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മാനവികതയുടെ പ്രഖ്യാപനം. അറഫ കുന്നുകളുടെ മുകളിൽ കയറി ആ ഗിരിശൃംഗത്തെ സാക്ഷിയാക്കി ലോക ചരിത്രത്തിലെ വിവിധങ്ങളായ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ആ മഹാമൈതാനത്തിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ ജനാധിപത്യ പ്രഖ്യാപനം നടത്തി, മാനവികതയുടെ ഉദ്ഘോഷണം നടത്തി. അവിടുന്ന് സമൂഹത്തെ ഒന്നിച്ചു വിളിച്ചു, യാ യുഹന്നാസ്, മനുഷ്യരെ, യാ യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ ഇലാഹ്, ദൈവം ഏകനാകുന്നു.
വഇന്ന അബാകും വാഹിദ്, നിങ്ങളുടെ പിതാവും ഏകനാണ്. അലാ ലാ ഫളല ലിൽ അറബിയ്യി അലൽ അജമി, അറിയണേ, ശ്രദ്ധിക്കണേ, അറബിക്ക് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ ലിൽ അജമിയ്യി അലാ അറബി, അനറബിക്ക് അറബിയേക്കാളും ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ ലി അഹ്മർ അലാ അസ്വദ്, വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ ലി അസ്വദ് അലാ അഹ്മർ, കറുത്തവന് വെളുത്തവനേക്കാളും യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, അല്ലാഹു മുന്നോട്ട് വെക്കുന്ന തഖ്വ, മനുഷ്യന്റെ ദീനീപരമായ ശ്രദ്ധ, അതിലുള്ള പുരോഗതി കൊണ്ടല്ലാതെ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, സൂറത്തുൽ ഹുജറാത്തിന്റെ 13-ാമത്തെ വചനത്തിന്റെ അവസാനം അതാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിങ്കൽ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ കൂടുതലായി സൂക്ഷ്മത കാണിച്ച് ജീവിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ലക്ഷക്കണക്കിന് അനുയായികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിച്ചു, ഹലാ ഹൽ ബല്ലഗ്തു, ശ്രദ്ധിക്കണേ, ഞാൻ ഈ മഹാദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചു തന്നില്ലയോ? ഏതിന്റെ പശ്ചാത്തലത്തിൽ? നിങ്ങളുടെ റബ്ബേകൻ, നിങ്ങളുടെ പിതാവ് ഏകൻ, അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല. കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ സമൂഹത്തിൽ, ജീവിതത്തിൽ, അവന്റെ മതത്തിൽ, അവന്റെ ജോലികളിൽ ഒരു പ്രത്യേകതയുമില്ല. ഇതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ ചോദിക്കുകയാണ്, ഹലാ ഹൽ ബല്ലഗ്ത്, ഞാനിത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ലോകമേ ശ്രവിക്കണം, ലോകമേ അറിയണം, ഞാനിത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഖാലു, അവരെല്ലാവരും പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ, അങ്ങത് കൃത്യമായി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ഫൽയുബല്ലിഹു ഷാഹിദ് അൽ ഗായിബ, ഈ മാനവികതയുടെ സന്ദേശം, ഈ സമാധാനത്തിന്റെ ദർശനം എന്നിൽ നിന്ന് നേരിട്ട് പഠിച്ചവർ ആ പഠിക്കാത്തവരിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കട്ടെ. ആരുടെ ദൗത്യമാണ് പണ്ഡിതന്മാർ നിർവഹിച്ചു പോകുന്നത് ഇതുവരെയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലേക്ക് നമ്മൾ കയറുക. അവിടുന്ന് പറഞ്ഞു, ഈ ജാതി വിവേചനം പോലെയുള്ള എല്ലാ വിവേചനത്തിനെതിരെയും ശക്തമായ പ്രതികരണം, അതിൻ്റെ ഫലമായി ആ സമൂഹത്തിൽ സഹോദര്യം ശക്തമായി നിലനിന്നു. ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം, അള്ളാഹുവിന്റെ മതത്തിൽ വർണ്ണത്തിനോ പിന്നെ വർഗത്തിനോ യാതൊരു പ്രത്യേകതയുമില്ല എന്നതിൻ്റെ പേരിൽ അറിയിക്കുന്നു. അന്ന ബിൻ റബാഹ്, മഹാനായ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു, ഖദ് കാന അബ്ദൻ അസ്വദ, അദ്ദേഹം കറുത്ത അടിമയായിരുന്നു, നീഗ്രോ വംശജനായിരുന്നു. എന്നിട്ടും തസവ്വജ ഉഖ്ത അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഉന്നത കുലജാതനാവാൻ പറ്റുന്ന സ്വർണത്തിന്റെ കളറുള്ള ഏറ്റവും വലിയ സമ്പന്നൻ, അന്നത്തെ ഏറ്റവും വലിയ സമ്പന്നൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയെ ഈ മുൻ അടിമയാകുന്ന നീഗ്രോ വംശജനാകുന്ന ബിലാൽ ബിൻ റബാഹ് കല്യാണം കഴിച്ചു. അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ബിലാൽ തങ്ങൾക്ക് ആ പരിസരത്തേക്ക് അടുക്കാൻ കഴിയില്ല. കാരണം അന്നത്തെ ഏറ്റവും നല്ല സമ്പന്നനാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഉന്നത കുലജാതനാണ്, സുന്ദരനാണ്, സ്വർണത്തിന്റെ കണറുള്ള മഹാത്മാവാണ്, എല്ലാ അർത്ഥത്തിലും പ്രതാപിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരിയെ, ഇതേ നിലവാരക്കുള്ള സഹോദരിയെ കല്യാണം കഴിക്കുന്നത് ഉമയ്യത്തിന്റെ അടിമയായിരുന്ന കറുകറുപ്പുള്ള നീഗ്രോ വംശജനായ, മൂക്ക് ചമ്പിയ, മുടി സ്പ്രിങ് പോലെയുള്ള, ആദ്യഘട്ടത്തിൽ ഉടുക്കാൻ ഒരു തോർത്തുമുണ്ട് പോലുമില്ലാത്ത ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. പ്രായോഗികമായിട്ടാണ് പഠിപ്പിക്കുകയാണത്, പ്രായോഗികമായിട്ടാണ് പഠിപ്പിക്കുകയാണ്. മുൻ അടിമയായിരുന്നു സെയ്ദ് ബിനു അൽ ഹാരിസ റളിയല്ലാഹു അൻഹു, മുൻ അടിമയായിരുന്നു. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അമ്മായിയുടെ മകളാകുന്ന സൈനബിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണ്. ഖുറൈശി വംശജ ഹബീബായ നബി തങ്ങളുടെ പിതാവിൻ്റെ സഹോദരിയുടെ മകൾ, എല്ലാ അർത്ഥത്തിലും ഉന്നത എന്ന് പറയാൻ പറ്റുന്ന വ്യക്തിത്വം. പക്ഷെ മുത്തറസൂൽ കല്യാണം കഴിപ്പിച്ചത് ആരെ കൊണ്ടാ? ആദ്യകാല അടിമയായിരുന്ന സെയ്ദ് ബിനുൽ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാലിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും മറുകാലിൽ ഉസാമ റളിയല്ലാഹു അൻഹുവിനെയും ഇരുത്തി കളിപ്പിക്കുന്നത് ചരിത്രം. ഉസാമ എന്നിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവൂല. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയുടെ പരിചാരികയായിരുന്ന ഉമ്മുൽ ഐമൻ, അവരുടെ പുത്രൻ, നീഗ്രോ വംശജൻ, കറുത്ത ഉസാമ, മഹാനാകുന്ന സെയ്ദ് ബിനുൽ ഹാരിസയുടെ പുത്രൻ.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ കുട്ടി ഒരു ദിവസം റസൂലിനോടൊപ്പം കളിക്കുമ്പോൾ കറുത്ത ആ കുട്ടി കളിക്കുമ്പോൾ ആ കുട്ടിയുടെ ജലദോഷം കാരണം മൂക്കിങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശുദ്ധിയാക്കാൻ വേണ്ടി പിടിച്ച് കൈകൊണ്ട് ഇതിങ്ങനെ എടുത്തിടാൻ ശ്രമിക്കുമ്പോൾ ആയിഷ ബി റളിയല്ലാഹു അൻഹ ഇടപെടുന്നുണ്ട്. ഞാനത് ചെയ്തേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി നിൽക്കൂ, ഞാനത് ചെയ്തേക്കാം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഐഷോ, ഈ ഉസാമൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണം. നീഗ്രോ വംശജനാകുന്ന ഉസാമ റളിയല്ലാഹു അൻഹു. നേതൃരംഗത്ത് നബി തങ്ങൾ അവിടുത്തെ എത്രമേൽ പരിഗണിച്ചു. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന രാഷ്ട്രശത്രു 2,00,000 അനുയായികളെ സംഘടിപ്പിച്ച് മദീന രാഷ്ട്രത്തിനെതിരെ സമരം ചെയ്യാമെന്നപ്പോൾ, യുദ്ധം ചെയ്യാമെന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മുസ്ലിം സംഘത്തിന്റെ നേതാവായി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചത് ഈ ഉസാമത്ത് ബിൻ സെയ്ദ് ബിനുൽ ഹാരിസയെയാണ്. കുറെ ആളുകളൊക്കെ പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കീഴിൽ പോകുമ്പോൾ അല്ല, ഈ 20കാരന്റെ പിന്നാലെ പോകാൻ അങ്ങേക്ക് മാറി നിന്നൂടെ എന്ന്. ആയിടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മുത്തുറസൂലിന്റെ മാനവികീയ ദർശനമൊന്നും നേരാവണ്ണം മനസ്സിലാകാത്ത ചില സഹാബി വര്യന്മാർ ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? എൻ്റെ നേതാവായ ഉസാമ എന്ന 20കാരനാകുന്ന നീഗ്രോ വംശജനാകുന്ന കറുത്ത കുട്ടിയെ നിശ്ചയിച്ചത് ഹബീബായ റസൂൽ തങ്ങളാണ്. ആ ഉസാമനെ സയ്യിദ് എന്ന് വിളിച്ചിട്ട്, നേതാവ് എന്നും വിളിച്ചിട്ട് പിറകെ യുദ്ധം ചെയ്യാൻ പോകാൻ, അദ്ദേഹത്തിന്റെ ഏത് കൽപ്പനയും ശിരശ വഹിക്കാൻ ഈ ഉമറിന് യാതൊരു വിഷമമില്ല എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമനോട് സമ്മതം ചോദിക്കുന്നുണ്ട്. ഈയിടെയാണ് ഞാൻ ഭരണത്തിൽ കയറുന്നത്, എനിക്ക് ഭരണരാഷ്ട്ര പരിചയം കുറവാണ്, അതുകൊണ്ട് അതൊക്കെ നന്നായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഈ യുദ്ധത്തിന് പങ്കെടുപ്പിക്കാതെ ലീവ് കൊടുത്തിട്ട് എൻ്റെ കൂടെ ഒന്ന് നിർത്താമോ എന്ന് ആരോട് ചോദിക്കുന്നു? ഇസ്ലാമിൻ്റെ ഖലീഫ. ഏത് ഇസ്ലാമിൻ്റെ ഖലീഫ? മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേലായി ജീവിച്ച് നബിതങ്ങളുടെ ഹിജറയിലും നബിതങ്ങളുടെ ഊണിലും ഉറക്കിലും ഒപ്പം നിന്ന മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ എന്നല്ല, ഏതൊക്കെ നബിമാരുടെ ഉമ്മത്തിങ്ങൾ കഴിഞ്ഞു പോയോ ആ ഉമ്മത്തിങ്ങളെല്ലാം പ്രവാചകന്മാരെ മാറ്റി നിർത്തിയാൽ ഏറ്റവും ശ്രേഷ്ഠർ. ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠർ എന്ന് പറഞ്ഞാൽ ന്യൂനീകരിക്കരുത് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പദവിയെ. ഏതൊക്കെ നബിമാർ കഴിഞ്ഞു, അവരിലൊക്കെ ഏതൊക്കെ ഉമ്മത്തുകളിൽ എത്രയെത്ര ഉന്നതന്മാർ കടന്നുപോയി, അവരെക്കാളെല്ലാം ഉന്നതൻ ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 20കാരനാവുന്ന ഉസാമനോട് സമ്മതം ചോദിക്കുകയാണ്. യുദ്ധത്തിൽ തങ്ങളോടൊപ്പം പോരേണ്ടയാളാണ് ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ എൻ്റെ രാഷ്ട്രപരിചയം കുറവുള്ളത് കൊണ്ടും ഭരണം ഈടെ തുടങ്ങിയത് കൊണ്ടും എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൂടെ നിർത്താമോ എന്ന്. ഇതാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാമിൻ്റെ മാനവികതയുടെ ദർശനം. കറുത്ത കളറുള്ളവനായതുകൊണ്ട് ഏകലവ്യന് വിദ്യ പഠിപ്പിക്കാൻ മടിച്ചു എന്നാണ് ദ്രോണാചാര്യർ പറഞ്ഞു വിട്ടു. നിനക്കത് പഠിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അയാൾ ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ നിർമ്മിച്ചു കാടിനകത്ത്. ഇത് ഗുരുവാണെന്ന് വെറുതെ സങ്കല്പിച്ചിട്ട് അയാൾ സ്വയം പരിശീലനം തുടങ്ങി. അങ്ങനെ അമ്പെയ്ത്തിൽ അതിമിടുക്കനായി. ദ്രോണാചാര്യരുടെ സവർണ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന അർജുനൻ എന്ന് പറയുന്ന കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഹീറോ, അദ്ദേഹം നല്ല മിടുമിടുക്കനാണ് അമ്പെയ്ത്തിൽ എന്നാണ് മഹാഭാരതം പറയുന്നത്. ശരി, അദ്ദേഹവും തൻ്റെ സഹോദരന്മാരും വേട്ടയാടിക്കൊണ്ട് കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു നായയുടെ വായയിൽ 7 അമ്പ് ഒന്നിച്ച് തുറ്റു നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. അതോടുകൂടെ തന്നെക്കാൾ മിടുക്കനാന്ന അമ്പെയ്ത്തുകാരൻ ഈ പരിസരത്തുണ്ടെന്ന് അയാൾക്ക് ബോധ്യമായി. നായയുടെ വായിൽ 7 അമ്പ് ഒന്നിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരാണ്. ഒന്ന് കയറി കഴിഞ്ഞാൽ നായ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്തത് 2, 3, 4 എണ്ണിക്കൊണ്ട് ഇങ്ങനെ വാ തുറന്നു നിൽക്കൂല. ഒന്നാമത്തെ കിട്ടുമ്പോഴേക്കും അത് ഓടിപ്പോയിട്ടുണ്ടാവും, വായ പൂട്ടി പിടിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഒന്ന് കഴിഞ്ഞു വന്നാൽ ഇനി 2, 3, 4 ഇങ്ങനെ എണ്ണിക്കൊണ്ട് വായ പൊളിച്ചുകൊണ്ട് ഇങ്ങനെ അമ്പ് ചെയ്യാൻ സൗകര്യത്തിന് ഇങ്ങനെ നായ നിൽക്കുമോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരമ്പ് കയറുമ്പോഴേക്ക് തുരുതുര 6 കൂടെ കയറണം. നായ അറിയുന്നതിൻ്റെ മുമ്പ് ചെന്ന് പതിക്കണം. നായ വായ കൂട്ടുന്നതിൻ്റെ മുമ്പ് അത് അവിടെ തറച്ചിരിക്കണം. അത്രമേൽ മിടുക്കൻ. കഥ അങ്ങനെയാണ്. അർജുനൻ ഗുരുവിനോട് കംപ്ലൈന്റ് പറഞ്ഞു. ഗുരു ഏകലവ്യനെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇനി ഇത് പഠിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങയുടെ പ്രതിമ നിർമ്മിച്ചു, ഗുരുവായി നമിച്ചു, അങ്ങനെ ഞാൻ അമ്പെയ്ത്ത് സ്വയം പരിശീലിച്ചു. ആ സമയത്ത് ഒരു ദ്രോണാചാര്യർ പറഞ്ഞു അത്രേ, കഥ അങ്ങനെയാണ്. സംഭവിച്ചോ എന്നെനിക്കറിയില്ല, നീ ഗുരുദക്ഷിണ നൽകിയിട്ടില്ല. ഏകലവ്യൻ പറഞ്ഞു, ഏതും തരാം, എന്തും തരാം, ചോദിക്കൂ. നിന്റെ വലത് കൈയിൻ്റെ പെരുവിരൽ വേണം, ഇനി അമ്പ് ചെയ്യാൻ കഴിയില്ല. അയാളെ ഇലയിൽ വെച്ച് കൊണ്ടേ കൊടുത്തു എന്നാണ്.
വിരല്, ഈ പെരുവിരൽ എനിക്ക് വേണം. ഇനി അയാൾക്ക് അമ്പ ചെയ്യാൻ പറ്റില്ല. ശിഷ്യനാണെങ്കിൽ പോലെയും അങ്ങനെയാണോ സമീപിക്കേണ്ടത്? അല്ലാന്ന് നമ്മൾ ആധുനിക കാലത്ത് ചിന്തിക്കുന്നു, പക്ഷെ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ഇസ്ലാമിക സംസ്കൃതി അപ്പോഴും വ്യത്യസ്തമാണ്. മിഷ്കാത്ത് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ മുസന്നിഫ്, അതിന്റെ ഗ്രന്ഥകർത്താവ് മഹാനായ ഇമാം ഖതീബ് തുബരീസി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉസ്താദാകുന്ന അല്ലാമ തുയ്ബിയാണ് അതിന് 6-7 വാള്യമുള്ള വിശദീകരണ ഗ്രന്ഥം ചമയ്ക്കുന്നത്. എന്തൊരു കൗതുകാന്ന് ആലോചിച്ച് നോക്കൂ. തന്റെ ശിഷ്യന്റെ ഗ്രന്ഥത്തിന് 6-7 വാള്യമുള്ള വിശദീകരണ ഗ്രന്ഥം ഉസ്താദ് രചിക്കുന്നു. നശഅ്തു ബൈനൽ ഹജറൈൻ വബൈനൽ ജലാലൈൻ വബൈനൽ കമാലൈൻ. ഇമാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രസിദ്ധമായ ഒരു വചനം, ഞാൻ 2 കല്ലുകൾക്കിടയിൽ ഞാൻ വളർന്നു വന്നു. ഒന്ന് എൻ്റെ ഉസ്താദാകുന്ന ഇബ്നു ഹജറുൽ അസ്കലാനി, ഹജർ കല്ല്. ഒന്നെൻ്റെ ശിഷ്യനാകുന്ന ഇബ്നു ഹജറുൽ ഹൈതമി, കല്ല്. എൻ്റെ ശിഷ്യനോടൊപ്പം കൂടി ഞാൻ വളർന്നു എന്ന് വിനയത്തിന്റെ മൂർത്തരൂപത്തിൽ എത്തുമ്പോഴേ ഒരു ഉസ്താദിന്, ഗുരുവിന് പ്രഖ്യാപിക്കാൻ പറ്റൂ. എൻ്റെ ശിഷ്യനോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഞാൻ വളർച്ച പ്രാപിച്ചു. എൻ്റെ ഉസ്താദുമാരിൽ പെടുന്ന ഇമാം മഹല്ലി ജലാലുദ്ദീൻ, എൻ്റെ ശിഷ്യനിൽ പെടുന്ന ഇമാം സുയൂത്തി ജലാലുദ്ദീൻ സുയൂത്തി ശിഷ്യൻ, ജലാലുദ്ദീനുൽ മഹല്ലി റഹിമഹുമുല്ലാഹ് ഗുരു. അവരുടെ ഇടയിൽ കുടുങ്ങിയിട്ട് ഞാൻ വളർന്നു. എൻ്റെ ശിഷ്യനാവുന്ന കമാലുദ്ദീൻ, എൻ്റെ ഗുരുവാകുന്ന കമാലുദ്ദീൻ, അവരുടെ ഇടയിൽ കുടുങ്ങിയിട്ട് ഞാൻ വളർന്നു. ഗുരുവിൽ നിന്ന് വിദ്യ നേടി വളർന്നു എന്ന് മാത്രമല്ല, ശിഷ്യരോടൊപ്പം കൂടി ഞാൻ വളർന്നു എന്ന് പറയാനുള്ള വിശാലത പരിശുദ്ധ ഇസ്ലാം ഈ സമൂഹത്തിന് നൽകുന്നു. അതാണ് മാനവികത. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അബദ്ധം സംഭവിച്ചത് പിന്നീട് ഓർക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കറുത്ത പെണ്ണിൻ്റെ പുത്രൻ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ഒന്ന് പരാമർശിച്ചു പോയി. ബിലാൽ തങ്ങൾക്ക് വല്ലാത്തൊരു വിഷമായി. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കംപ്ലൈന്റ് പറഞ്ഞു. റസൂലിന് അത്രമേൽ ഇഷ്ടപ്പെട്ടു ബിലാൽ തങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഉടുമുണ്ട് പോലും ഇല്ലായിരുന്നു. തൻ്റെ വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഇസ്ലാം ഉദയം ചെയ്തു എന്ന് ബിലാൽ മനസ്സിലാക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു. ഉന്നത കുലജാതനും വർണ്ണത്തിലും വർഗത്തിലും ശ്രേഷ്ഠതയിലും ശക്തിയിലും സൗന്ദര്യത്തിലും ഏറ്റവും മുകളിൽ നിൽക്കുന്ന മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരായി അവരോധിതനായി എന്നും ബിലാൽ തങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ ഉമയ്യത്തിൻ്റെ അടിമയാണ്, പോകാൻ വയ്യ, അയാൾ ശിക്ഷിച്ചേക്കും. ശിക്ഷ ഒരു വിഷയമല്ല, കാര്യരുമ്പിൻ്റെ കരുത്തുള്ള ശരീരമാണ്, ഏറ്റുവാങ്ങാൻ എപ്പോഴും യോഗ്യം. പക്ഷേ റസൂൽ തങ്ങളാകുന്ന മാന്യന്മാരുടെ സദസ്സിലേക്ക് പോകാൻ ബിലാലിനുള്ള പ്രതിസന്ധി എന്തിയായിരുന്നു? അദ്ദേഹത്തിന് ഒരു തോർത്തുണ്ട് പോലും എടുക്കാനില്ലായിരുന്നു. ഈത്തപ്പനയുടെ പച്ചത്തണ്ട് കുത്തിച്ചതച്ച് അതിൻ്റെ നാരുകളെടുത്ത് കുട്ട പോലെ മുടഞ്ഞ് അത് മുന്നിൽ വെച്ച് ബാക്കിലേക്ക് കെട്ടലായിരുന്നു നാണം മറക്കാൻ ബിലാൽ ചെയ്തിരുന്നത്. കുളിക്കാൻ പറ്റൂലായിരുന്നു. കാലിത്തൊഴുത്തിൽ ഒട്ടകത്തിനോടൊപ്പമാണ് കടന്നുറങ്ങാറുള്ളത്. രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്തതിൻ്റെ വിയർപ്പും ഒട്ടകത്തിൻ്റെ മലവും മൂത്രവും ചേർന്ന ദുർഗന്ധവും ബിലാൽ തങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ അടുത്തുള്ളവർക്കൊക്കെ അടിച്ചു വീശുമായിരുന്നു. എങ്ങനെയാണ് ഞാൻ നബിതങ്ങളെ കാണാൻ പോകുക? ബിലാൽ തങ്ങൾ ഒരു തീരുമാനമെടുത്തു. അമാവാസി രാത്രി എത്തട്ടെ. കറുത്ത രാത്രി വന്നു, തീരെ നേലില്ലാത്ത രാത്രി. ബിലാലിൻ്റെ ശരീരം കറുപ്പ്, രാത്രിയും പ്രകൃതിയും കറുപ്പ്. ഈ ചുളിവിൽ ആരും കാണാതെ പോകാമെന്ന് വിചാരിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വകാര്യമായി പ്രബോധനം നടത്തുന്ന വീട്ടിൻ്റെ മുന്നിൽ പോയി ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ഒച്ചനക്കുന്നുണ്ട്. സൗന്ദര്യാത്മകമാകുന്ന മനോഹരമായ ശബ്ദത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ആരാ പുറത്ത്? അന ബിലാൽ ബിൻ റബാഹ് അബ്ദു ഉമയ്യ, ഉമയ്യയുടെ അടിമയാകുന്ന ബിലാൽ ബിൻ റബാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മർഹബൻ യാ ബിലാൽ, കയറി വരൂ, സ്വാഗതം. ബിലാൽ മടിച്ചു. എങ്ങനെ ഞാൻ കയറുക? സ്മെല്ലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുളിക്കാൻ വെള്ളമില്ല. റസൂൽ പിന്നെയും നിർബന്ധിച്ചപ്പോൾ ബിലാൽ ബിൻ റബാഹ് മെല്ലെ ആ കർട്ടന് മാറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് കിടക്കുന്നുണ്ട്. ലോകൈക ഗുരു ഹബീബായ റസൂൽ, ലോകത്തെ സൃഷ്ടിക്കാൻ കാരണഭൂതർ, റഹ്മത്തുല്ലിൽ ആലമീൻ, സൂറത്തുൽ അംബിയാഇന്റെ 107-ാം വചനത്തിൽ പടച്ച റബ്ബ് പ്രകീർത്തിച്ച മഹാഗുരു ഓടി വന്ന് ബിലാൽ ബിൻ റബാഹിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. തൻ്റെ 2 കവിളിലും മുത്തം കൊടുക്കുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായി ബിലാൽ ഒരു സവർണന്റെ, റസൂൽ തങ്ങളെ മോശാക്കാൻ പറയണതല്ല, സുന്ദരമായ വർണ്ണമുള്ള ഉന്നത കുലജാതനാകുന്ന ഖുറൈശി വംശജനാകുന്ന എല്ലാവരും അൽ അമീൻ എന്ന്
ആവർത്തിച്ചാവർത്തിച്ച് വിളിച്ച് സ്നേഹിച്ച ഒരാളുടെ കരസ്പർശമേൽക്കുന്നു. സ്നേഹത്തോടാദ്യമായി ബിലാലിനെ ഒരാൾ സ്പർശിക്കുകയാണ്. ബിലാലിന്റെ കവളിൽ ആദ്യമായി ഒരു മനുഷ്യൻ മുത്തം കൊടുക്കുകയാണ്. ബിലാൽ ഇബ്നു റബാഹയ്ക്ക് അത് മതിയായിരുന്നു. ജീവിതത്തിൽ ഏത് ത്യാഗം സഹിക്കാനും ഉമയ്യത്തും കൂട്ടാളികളും തൻ്റെ നെഞ്ചിൽ പതച്ചു നിൽക്കുന്ന സൂര്യന് ചുവട്ടിൽ കത്തിജ്വലിക്കുന്ന മണലിൽ കടത്തിയിട്ട് വലിയ പാറക്കല്ല് കയറ്റിയപ്പോഴും വെള്ളം ചോദിച്ചപ്പോൾ കാർക്കിച്ച് തൻ്റെ ചെറിയിലേക്ക് തുപ്പിക്കൊടുത്തപ്പോഴും അങ്ങാടിപ്പിള്ളേരെ ഏൽപ്പിച്ച് മക്കയുടെ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചഴിച്ചപ്പോഴും അഹദ് 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 എന്ന് പറയാൻ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾക്ക് മുത്ത് റസൂലിൻ്റെ ആദ്യാനുഭവം തന്നെ ധാരാളമായിരുന്നു. അതുകൊണ്ടാണ് റസൂലില്ലാത്ത മദീനയിൽ ഞാൻ ജീവിക്കൂല എന്നും പറഞ്ഞ് മുത്ത് റസൂലിൻ്റെ തിരുവഫാത്തിന് ശേഷം ഷാമിലേക്ക് പോയത്. വർഷങ്ങൾക്ക് ശേഷമാണ് റസൂൽ തങ്ങൾ സ്വപ്നം കണ്ട് എന്തേ പിണങ്ങിയത് എന്ന് ചോദിക്കുന്നത്. അന്ന് വാ മുഹമ്മദാന്നും പറഞ്ഞ് കരഞ്ഞു ഓടി വന്നത്, റസൂലിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നത്. സഹാബി വര്യന്മാരെല്ലാവരും നിർബന്ധിച്ചിട്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ നിർബന്ധിച്ചിട്ട് അന്ന് പിന്നെയും ബിലാൽ തങ്ങൾ മദീന പള്ളിയിൽ വാങ്ങിക്കൊടുക്കുന്നത്. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി വരെ എത്തുന്നു. അഷ്ഹദു അന്ന മുഹമ്മദ് പറയുന്നതോടുകൂടി അദ്ദേഹം ആർത്തനാദം മുഴക്കുന്നു. ബാങ്കിന് പകരം മദീന പള്ളിയിൽ നിന്ന് പൊട്ടിക്കരച്ചിൽ ഉയരുന്നു. സഹാബികളെല്ലാവരും കരയുന്നു. മദീനയിൽ മുത്ത് റസൂലിൻ്റെ നേതൃത്വത്തിലുള്ള ബാങ്കും നിസ്കാരവും ഭരണവും ജീവിതവും അവരുടെ മനസ്സിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്നു. അന്ന് മദീന ഏറ്റവും കൂടുതലായി കരയുന്നു. ഈ ബിലാൽ തങ്ങൾ മുത്ത് റസൂലിൻ്റെ അടുത്ത് പോയി പറയും, എന്നെ ഈ അബൂദർറുൽ ഗിഫാരി കറുത്ത പെണ്ണിൻ്റെ മോൻ എന്ന് വിളിച്ചിരിക്കുന്നു. മുത്ത് റസൂൽ അബൂദറാവുന്ന ഉന്നതനെ, ഒരു ഗോത്രത്തിൻ്റെ തലവനെ, വലിയ സമ്പന്നനെ, സുന്ദരനോട് പറയണത്, ഇന്നകംറുൻ ഫീകൽ ജാഹിലിയായ അബദർ, താങ്കളുടെ ഉള്ളിൽ ഇപ്പോഴും ആദ്യകാല ജാതീയതയും വർഗീയതയും അന്ധകാരവും നിറഞ്ഞു കിടക്കുന്നല്ലോ അബൂദർറെ എന്ന് പൊട്ടിക്കരഞ്ഞു മഹാനുഭാവൻ. ബിലാൽ തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ നിലത്ത് കടന്നു, വഴിയിൽ കടന്നു. എൻ്റെ കവിളിൽ ബിലാൽ ചവിട്ടാതെ ഞാൻ എഴുന്നേൽക്കൂല എന്ന് പ്രതിജ്ഞ ചെയ്തു. ബിലാലിൻ്റെ പ്രഭാഹം മെല്ലെ മെല്ലെ വരുന്നുണ്ട്. അബൂദറിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ചവിട്ടു, എൻ്റെ പാപം തീരട്ടെ എന്ന് അബൂദർ ആവർത്തിച്ച് പറയുന്നുണ്ട്. മുത്ത് റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബിലാൽ ഇബ്നു റബാഹ അബൂദറിനെ തൻ്റെ കാരിരുമ്പ് പോലെയുള്ള ശക്തിയുള്ള കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് മുത്തം കൊടുക്കുന്നുണ്ട്. ഇതാണ് ചരിത്രം, ഇതാണ് ദീൻ, ഇതാണ് ഇസ്ലാം. ഈ മാനവികതയുടെ പ്രഘോഷണം ലോകത്തിന് എന്നും പ്രതീക്ഷയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കുക. ഏത് വേദനയും ഉൾക്കൊള്ളും, അത് ഏത് ജാതിയെയും വർഗത്തെയും ഉൾക്കൊള്ളും. മനുഷ്യരെല്ലാവരും ഒന്ന്. കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്. പരിശുദ്ധമായ ദുൽഹജ്ജിലാണ് തുടക്കത്തിൽ പറഞ്ഞ പുണ്യകർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് കൂടുതലായി റബ്ബിലേക്ക് അടുക്കാൻ ഈ വിശുദ്ധമായ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് എന്നോട് ഓർമ്മപ്പെടുത്തി, നിങ്ങളോടൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി അതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, നമ്മുടെ നന്മകളെല്ലാം കബൂലാകട്ടെ. കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് ഉദവിയേകട്ടെ. നമ്മുടെ രാഷ്ട്രത്തെ ഐക്യത്തോടെ അഖണ്ഡതയോടുകൂടെ എല്ലാ പ്രതാപത്തോടെ അള്ളാഹു ലോകാവസാനം വരെ നിലനിർത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.